അവർ പറഞ്ഞു, നീ ഇതിനു മുമ്പ് ആരെങ്കിലും സുവിശേഷകന്മാർ വന്ന് പറഞ്ഞതാണോ? അല്ല 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 ഹല്ലേലൂയ. എല്ലാ വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരാൾ മുട്ടുന്നുണ്ട്. ആമേൻ. കതക് തുറക്കുമ്പോൾ ഹല്ലേലൂയ ഇറങ്ങി കൈ കാണിക്കും, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ വന്ന യേശുവാണ്. ഹല്ലേലൂയ. അക്ഷരങ്ങൾ അറിയത്തില്ലാത്ത, ഹല്ലേലൂയ, പഠനങ്ങൾ അറിയത്തില്ലാത്ത ഇടയിൽ നമ്മൾ ചെയ്യേണ്ട സുവിശേഷ വേല നമ്മൾ ചെയ്യാത്തതിൻ്റെ ഭാഗമായി യേശു തന്നെ ആവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷം ഹല്ലേലൂയ കാടുകൾക്കിടയിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടം എത്രത്തോളം അടുത്ത് നിൽക്കുന്നെന്ന് തിരിച്ചറിഞ്ഞോണം. എത്രത്തോളം ദൈവപ്രവൃത്തിയുടെ ദൈവപ്രത്യക്ഷതയുടെ അടുത്ത് നിൽക്കുന്നെന്ന് തിരിച്ചറിഞ്ഞോണം. നിങ്ങൾ ആരായിരിക്കട്ടെ, കർത്താവിൻ്റെ വചനവും സുവിശേഷവും അടുത്ത ആളിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രാർത്ഥനയും ആഗ്രഹവും ശബ്ദവും നിങ്ങളുടെ അകത്ത് ദൈവാത്മാവിനാൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. മഹത്വത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞ് വചനത്തിനകത്ത് വരാൻ ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന് അനുസരണമാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞ അനുസരണം. രണ്ടാമത്തെ കാര്യം ഹല്ലേലൂയ ഐക്യതയാണ്. എന്ന് പറഞ്ഞാൽ ഐക്യത. മൂന്നാമത്തെ കാര്യം സ്നേഹമാണ്. 3 കാര്യം ഞാൻ പറഞ്ഞു. സ്നേഹം, ഐക്യത, അനുസരണം, ഐക്യത, സ്നേഹം. നിങ്ങളിത് വായിച്ചു നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹത്വം എന്ന വാക്കിന് ഡെഫിനിഷനും കൊടുത്താൽ നമുക്കതിന് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അമർത്യതയിലേക്ക് ഒരു മനുഷ്യൻ പോയാൽ അവൻ്റെ ശരീരത്തിൻ്റെ മേൽ എന്തുണ്ട്? തേജസ് വന്നിട്ടുണ്ട്. ആമേൻ. എങ്ങനെയായിരുന്നു ആദാമായിരുന്നത്? ആദാമിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ നമ്മൾ നിൽക്കുന്നത് പോലെ അല്ല. ആദാമൻ വെളുത്തോ കറുപ്പോ ഒന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ മേലൊരു ഗ്ലോറി ഉണ്ടായിരുന്നു, വലിയൊരു തേജസ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. തേജസ് നഷ്ടം പെട്ടപ്പോഴാണ് സാധാരണ അവസ്ഥയിലേക്ക് താൻ ചുരുങ്ങിപ്പോയത്. വചനം പറയുന്നു, തേജസ് നഷ്ടപ്പെട്ടിട്ടും ആത്മാവ് മനുഷ്യൻ്റെ മേൽ വ്യാപരിച്ചു വാദിച്ചു കൊണ്ടിരുന്നെന്ന് പറയുവാനിടയായിത്തീർന്നു. പാപം ചെയ്ത് തുടർമാനമായി പോയപ്പോഴാണ് സദാകാലവും എൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വസിക്കുകയില്ലെന്ന് പറഞ്ഞ് വിട്ടുമാറുവാനിടയായിത്തീർന്നു. പോട്ടെ, ഞാൻ ആ വിഷയം വിടുന്നു. ആദാമിൻ്റെ മേലുണ്ടായിരുന്ന തേജസ് അവൻ്റെ ഹല്ലേലൂയ പുറത്തുള്ള ആ വലിയ പ്രദർശനത്തിന് തൻ്റെ പുറത്തെ ത്വക്കിൻ്റെ മേലുള്ള ഒരു വലിയ വെളിച്ചത്തിന് കാരണമായിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, താൻ നഗ്നരെന്ന് അവരറിഞ്ഞിരുന്നില്ല. എന്താണ്? അവരുടെ നഗ്നത തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലൊരു തേജസ് അവരുടെ മേൽ വ്യാപരിച്ചിരുന്നു. ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോട്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അത്രയൊരു തേജസ്സിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറയണം. ആ തേജസ് നിങ്ങളുടെ അകത്ത് ഇപ്പോൾ മുതൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞറിയണം. ആ തേജസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് രാവിലെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഇരുന്ന് ഉറങ്ങാൻ പാടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ കേൾക്കുമ്പോൾ അല്പ പ്രയാസമൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ ഇത് പ്രസംഗിച്ച് വലിപ്പിക്കേണ്ട കാര്യമല്ല, ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത് തുടങ്ങേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഈ അന്തരീക്ഷത്തിനകത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ചിടുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയോ, ഞാൻ പ്രസംഗിക്കുന്ന കാര്യം ഒരു അറിവിൻ്റെ തലത്തിൽ നിൽക്കാതെ ആത്മാവിൻ്റെ അനുഭവമായി നിങ്ങളുടെ അകത്തേക്കിറങ്ങി അതതിൻ്റെ പ്രവൃത്തി ചെയ്ത് തീർക്കാൻ കഴിയുന്ന ആത്മാവുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതെന്നാണ് 2-3 പ്രാവശ്യമായിട്ട് ആ വാക്ക് അങ്ങനെ തന്നെ എൻ്റെ അകത്ത് വരിക. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജ്ഞാനിയായി നിങ്ങളുടെ ഇടയിലൊന്നും പറയാൻ ആഗ്രഹിച്ചില്ല, ഇങ്ങനെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി ഇരിക്കാൻ മാത്രം ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വാക്കാകാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനമാകാൻ തുടങ്ങി. ആമേൻ. ഇനി മുതൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ജ്ഞാനത്തിൻ്റെ വാക്ക് മാത്രമായിട്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനവുമായി ദൈവം ഇതിനകടയിൽ പ്രവർത്തിക്കുവാനിടയായിട്ട്. ഹല്ലേലൂയ. 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 ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ എതിർ ശക്തികളെല്ലാം ഒടിഞ്ഞു പോകും. ദൈവാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ട് തന്നാൽ ദുർബലമായ സകല ശക്തികളും അഴിഞ്ഞു മാറുവാനിടയായിത്തീരും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുമായി പട്ടണങ്ങൾക്കകത്തേക്ക് ഇറങ്ങുമ്പോൾ ബെറേഷു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ ദേശത്തിലെ ഗവർണറെ ഹല്ലേലൂയ മയക്കി അവനിലൂടെ ഇങ്ങനെ ആത്മാവിൽ ഒതുക്കി വെക്കുന്ന, സൈറ്റനിക് ആത്മാവിൽ ഒതുക്കി വെക്കുന്ന ഒരു പദ്ധതി നമുക്ക് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് കാണാൻ കഴിയുന്നു. പല പ്രാവശ്യങ്ങളിലായി ഗവർണറുടെ ഉള്ളിലുണ്ടായ വിശ്വാസത്തെയും
മനുഷ്യൻ തടുത്തുകൊണ്ടിരിക്കുമ്പോൾ അഭിഷിക്തൻ്റെ അകത്ത് വെളിപ്പെട്ട ആത്മശക്തിയാൽ അവനെ ഒന്ന് തർജ്ജനം ചെയ്തപ്പോൾ അവൻ്റെ ലൈഫിനകത്ത് നിന്ന് ഭൂതം അങ്ങ് വിട്ടുപോയി. അവൻ ഭയന്നുപോയി. ആ ദേശത്തിൻ്റെ ഗവർണർ പോലും യേശു ആരാണെന്ന് തിരിച്ചറിയുന്ന വിശ്വാസം അവൻ്റെ അകത്ത് വർദ്ധിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. വിശ്വാസത്തെ തകർക്കുന്ന, തടയുന്ന എല്ലാവിധ ബെർയേശുവിൻ്റെ ശക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ ശാസിക്കാം. ആമേൻ. ഹല്ലേലൂയ. വചനം സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ദൂതിനെ സ്വീകരിക്കാൻ, ഹല്ലേലൂയ, അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ, ആമേൻ, അതിനെ ഒന്ന് താലോലിക്കാൻ, അതിനെ വെറുതെ വിടാതെ അത് കൈയടിച്ചാണെങ്കിലും ആത്മാവിൽ സ്തോത്രം ചെയ്താണേലും അതിനെ സ്വീകരിക്കാനൊരു മനസ്സ് നിങ്ങൾ കാണിച്ചാൽ, അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കും. എന്തെങ്കിലും എന്നല്ല പറഞ്ഞത്, സ്വീകരിച്ചത്, അത് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഈ മഹത്വം എന്ന വാക്കിൻ്റെ അർത്ഥം ഒറ്റ വാക്കിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പഠിച്ചാൽ അതൊരു അമർത്യതയാണ് കാണിക്കുന്നത്, ഒരു തേജസ്സിൻ്റെ ആവരണത്തെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ മാളികമുറിക്കകത്തിരിക്കുന്ന യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന മഹത്വത്തിനകത്ത് റിസൾട്ടല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ടല്ല. ഒരാളുടെ സുവിശേഷം പറഞ്ഞാൽ റിസൾട്ട് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നതാണ്, അതല്ല കാണിക്കുന്നത്. ഈ പ്രോസസ്സിങ് പറയുകയാണ്, മഹത്വത്തിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് ആ മഹത്വത്തിലേക്ക് എത്തുന്നതെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ആ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവുമായി രണ്ടല്ല എന്ന് പറഞ്ഞ്, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവുമായിട്ട് രണ്ടല്ല. യേശു പറയുന്ന വാക്ക് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ളതല്ല. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കൽ എത്തിയിരിക്കുകയും വിശ്വസിച്ചവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ചെയ്ത അന്തരീക്ഷത്തെയാണ് യേശു പറയുന്നത്. സ്പീഡാണോ? അല്ലല്ലോ. യേശു പറയുന്നത് മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട നമ്മളെ നോക്കിയിട്ടാണ് യേശു പറയുന്നത്. ഇപ്പോൾ ക്രിസ്തുവും നീയും തമ്മിൽ രണ്ടല്ല എന്ന് പറഞ്ഞാട്ടെ. ഞാനും ക്രിസ്തുവും ഇപ്പം രണ്ടല്ല, ഒന്നാ. പറയുന്നില്ലല്ലോ, ഒന്ന് പറ, ഒച്ചതി പറ. ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ തയ്യാറല്ല. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ പ്രസംഗം തോറ്റാലും ഈ ആശയം നിങ്ങളുടെ അകത്ത് കയറണം. തോമസ് അല്ല, ഒന്ന് പറഞ്ഞ ശക്തിയോടെ ഞാൻ വരണം അടുത്ത ആഴ്ച വീട്ടിൽ. വരണമെങ്കിൽ ഇത് ഒച്ചത്തി പറയണം. ഹല്ലേലൂയ. ഇപ്പോൾ എന്താണ്? ഞാനും ക്രിസ്തുവും രണ്ടല്ല, ഒന്നാണ്. ഈ ഒന്നായിരുന്ന ആദാം ഹവ്വ അവരാടും പെണ്ണുമായിട്ട് ജനിപ്പിച്ചു. അവർ ജനിച്ചപ്പോൾ ആണും പെണ്ണുമായിരുന്നു. ബൈബിളിൽ ഇപ്പോൾ നോക്കിയാൽ പറയും ആണും പെണ്ണുമാണ്. ഒന്നായിരുന്നതിനെ രണ്ടാക്കി, രണ്ടുപേരെ കൂട്ടാളികളാക്കിയിട്ട് ഒന്നായിരിക്കണമെന്ന് പറഞ്ഞ ഒരു ശുശ്രൂഷ പോലെ യേശു കർത്താവ്, ഹല്ലേലൂയ, രണ്ടായിപ്പോയ നമ്മളെ, രണ്ട് പക്ഷമായി പോയ നമ്മളെ ക്രൂശിലൂടെ നിരപ്പ് വരുത്തി നമ്മളെ ആത്മാവിനാൽ, ക്രിസ്തുവിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും ഇപ്പോൾ ഒന്നായി ചേർന്നിരിക്കുകയാണ്. ഈ ഒരു വെളിപ്പാടാണ് നമുക്ക് വേണ്ടത്. നമ്മൾ രണ്ടല്ല. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഒന്നാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് യേശു പറയുകയാണ്, ഹല്ലേലൂയ, ആ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്, അനുസരണത്തെക്കുറിച്ച് പറയുകയാണ്, ഐക്യതയെക്കുറിച്ച് പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ എങ്ങനെയാണോ എൻ്റെ പിതാവിനെ അനുസരിക്കുന്നത് പോലെ നിങ്ങളും എന്നെ അനുസരിക്കും. ഹല്ലേലൂയ. ഞാൻ എങ്ങനെയാണോ പിതാവിനെ അനുസരിച്ചത്, എൻ്റെ അനുസരണം നിങ്ങളിൽ, ഞാൻ അനുസരിച്ചതുപോലെ നിങ്ങളുടെ മേലും അനുസരണം വരുമ്പോൾ അത് മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലായിത്തീരും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. യേശു കർത്താവിനെ പല സ്ഥലങ്ങളിലും പിതാവ് മഹത്വീകരിച്ചു എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. പിതാവ് പറഞ്ഞത് ഉള്ളിൽ തിരിച്ചറിഞ്ഞു. അവൻ പിതാവിനെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ ആ പ്രവൃത്തിക്കകത്ത് പിതാവ് പുത്രനെ മഹത്വീകരിച്ചു. ഒന്ന് പറഞ്ഞാട്ടെ, പിതാവ് പുത്രനെ മഹത്വീകരിച്ചു. അതുപോലെ പുത്രൻ അനുസരിച്ചതുപോലെ തന്നെ നമ്മളും ക്രിസ്തുവിൻ്റെ ശക്തിയിൽ അനുസരണത്തിന് വിധേയമാകുമ്പോൾ പിതാവിൻ്റെ ഒരു ഗ്ലോറി നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഒന്നുകൂടെ പറയാം, ആഴത്തിൽ നിന്ന് പറയാം. പിതാവിൻ്റെ ഗ്ലോറിയുടെ മാനിഫെസ്റ്റേഷനിലാണ് പുത്രൻ ഭൂമിയിൽ വരുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. പുത്രൻ ഭൂമിയിലേക്ക് വന്നത് താണ് തൻ്റെ മഹത്വം എടുക്കാതെ അത് അവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു മനുഷ്യനായി പുറത്തു വന്ന് ഭൂമിയിൽ അവതരിച്ചിരിക്കെ പറയാണ്, അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് കണ്ടതുപോലെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പിതാവിൻ്റെ തേജസ് പുത്രൻ്റെ മേൽ കണ്ടെങ്കിൽ പിതാവിൻ്റെ ഗ്ലോറി അനുസരണത്തിലൂടെ മാനിഫെസ്റ്റഡ് ആകും.
ഇതിൻ്റെ പ്രോസസ്സിങ്ങാണ് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വചനം അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ, നിങ്ങൾ ആത്മാവിനെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, യു ബിക്കെയിം, നിന്റെ അകത്തുണ്ടാകുന്ന മാറ്റം ഗ്ലോറിയിലേക്കാണ്. ഹല്ലേലൂയ. എന്താണ് ആ ഗ്ലോറി? ഹല്ലേലൂയ. ഭൂമിയുടെ പരിധി, ഭൂമിയുടെ പരിമിതികൾ നിങ്ങളെ തടയാതെ വേണം ഈ ഗ്ലോറി നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. യു ആർ ആൻ അൺലിമിറ്റഡ് പേഴ്സൺ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. ഭൂമിക്ക് ഒതുക്കി നിർത്താൻ പറ്റാത്ത ഒരു അഭിഷേകം നിങ്ങളുടെ അകത്ത് വാഴുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഹല്ലേലൂയ. മിണ്ടാതിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ആത്മാവിന് ഹല്ലേലൂയ ദേശത്തിൻ്റെ മേലൊരു അതോറിറ്റി ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? അതുകൊണ്ട് എപ്പോഴാണോ അനുസരണം നിങ്ങളുടെ മേൽ വീഴുന്നത്, അപ്പോൾ മുതൽ ആ ഗ്ലോറിയുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. പറഞ്ഞത് കേട്ട് അതുപോലെ അനുസരിക്കാൻ തയ്യാറായാൽ ദൈവം മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കും. ആമേൻ. ഞാൻ ഇന്ന് ഇത് ആത്മാവിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. അനുസരിക്കാൻ കഴിയാതെ വേണം, ദൈവിക കൽപ്പനകളുടെ, ദൈവീയ ആത്മാവിൻ്റെ അനുസരണത്തിൻ്റെ കടമ്പകൾ കടക്കാൻ കഴിയാതെ വേണം, മനസ്സിനകത്ത് വീണ ദൗർബല്യങ്ങളെ ജയിക്കുന്ന ഒരു കരുത്ത് നിന്റെ മേൽ ആത്മാവ് ഇടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സക്കറിയാവിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, ഇറ്റ്സ് വെരി നെസസറി, നിന്റെ വീട്ടിനകത്ത് എനിക്കൊരു സന്തതിയെ ഉളവാക്കേണ്ടത് അത്യാവശ്യമാകയാൽ ഇത് യേശു കർത്താവ് എന്ന യഥാർത്ഥ വാഗ്ദത്തം പുറത്തു വരുന്നതിന് മുമ്പുള്ള ഹല്ലേലൂയ പിതാവിൻ്റെ പുത്രൻ്റെ വഴിയൊരുക്കുന്നവനാകയാൽ ഇതിന് വഴി മുടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നിന്റെ നാവ് അതിനെ മുടക്കാതിരിക്കാൻ അല്പനിമിഷത്തേക്ക് നിന്റെ നാവിനെ ഞാൻ ബന്ധിക്കുക. ഹല്ലേലൂയ. എന്താണ്? ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിച്ചാൽ കൃത്യമായ അനുസരണത്തിൻ്റെ പ്രക്രിയ നടന്നേ പറ്റുള്ളൂ. അനുസരണത്തിൻ്റെ പ്രക്രിയ നടന്നേ പറ്റുള്ളൂ. ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, പിതാവിനെ പുത്രൻ അനുസരിച്ചതുപോലെ പുത്രൻ്റെ ആത്മാവിനെ അനുസരിക്കുന്ന ഒരു ജനറേഷനെ ആത്മാവ് ഈ പട്ടണത്തിനകത്ത് എഴുന്നേൽപ്പിക്കാൻ. കരമൊന്ന് അടിച്ച് നന്നായി സ്തുതിച്ചോളാം. ഹല്ലേലൂയ. നിന്നിലൂടെ, നിന്റെ കുഞ്ഞുങ്ങളിലൂടെ, നിന്റെ സഭയിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ അനുസരണ യോഗ്യമായ ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിക്കും നിങ്ങളെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് അനുസരിക്കാത്ത തലമുറകൾ അനുസരിക്കുമാറ് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. സുവിശേഷം കേട്ടിട്ടും മയക്കുമരുന്നിനും കഞ്ചാവിനും മദ്യത്തിനും ഹല്ലേലൂയ അസന്മാർഗീയ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി ജയിലിൽ പോലും കടന്നവനെ അവിടെ നിന്ന് പിടിച്ചെടുത്തൊരു ഗ്ലോറിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില നാളുകൾക്ക് പിറകെ ആലപ്പുഴയിലുള്ള ഒരു അഡിക്ഷൻ സെന്ററിൽ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടി. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് മൊത്തം കുടിയന്മാരാണ്. അവരുടെ ഇടയിൽ എന്നാ പ്രസംഗിക്കാൻ ഞാൻ ആകെ ഡള്ളായി. പക്ഷേ ഹല്ലേലൂയ ജീവൻ എന്നൊരു വിഷയം എടുത്തത്. ഹല്ലേലൂയ കണ്ണടച്ച് പ്രസംഗിക്കുക. അന്ന് അജിത് പാസ്റ്റർ ഉണ്ട്, അന്ന് അദ്ദേഹം ഇവിടെ വന്നല്ലോ, അജിത് പാസ്റ്റർ ഉണ്ട്. ഉള്ളിയോട് പറഞ്ഞ് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രസംഗിച്ച വിഷയമാണ് യേശു വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും. എനിക്ക് കിട്ടിയ വിഷയം ഇതാണ്, സമൃദ്ധിയായിട്ടുള്ള ജീവൻ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 വെട്ടുള്ളൊരു അച്ഛൻ എഴുന്നേറ്റ് നിന്ന് സ്തോത്രം പറയുന്നത് ഞാൻ കണ്ടു. 3 വെട്ട മുഖത്തൂടെ, നല്ല വെളുത്തതാണ്, പക്ഷെ 3 വെട്ട് മുഖത്തൂടെ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഈ പുള്ളി അന്ന് രാത്രിയിൽ അവിടുത്തെ വാർഡൻ്റെ ഉറപ്പോടെ എൻ്റെ അടുക്ക് വന്നു. 3 ദിവസത്തെ ശുശ്രൂഷയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞ്, ഹല്ലേലൂയ പാസ്റ്റർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പുള്ളിനെ കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയി. കാര്യം പുള്ളിയുടെ വിരലിൻ്റെ വലിപ്പം ഉള്ളു. ഞാൻ എഴുന്നിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ മുട്ടേ വന്നിരുന്നിട്ട് പറയാം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചെറുപ്പത്തിൽ കേട്ടതാണ് ഈ സുവിശേഷം. ഹല്ലേലൂയ. എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, പക്ഷെ ഞാൻ അന്ന് കേട്ട് അനുസരിച്ചില്ല. ഒരുപാട് ക്യാഷ് ഉണ്ടാക്കി ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. അതൊന്ന് തിരിച്ചു പിടിക്കാൻ ചില കൊട്ടേഷൻ സംഘടനത്തിൻ്റെ കൂടെ കയറിയതാണ്. വന്ന് ഞാൻ ഈ പരുവത്തിലായി. ഹല്ലേലൂയ. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊരു മകളുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്, വീട്ടിൽ കയറ്റത്തില്ല. അതിനകത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ദൈവം ചിലതിനെ തൊടും. ദൈവം ചിലതിനെ പിടിക്കും. ദൈവം ചിലതിനെ എടുത്തോണ്ട് വരും. നിങ്ങളോടുള്ള ദൂത ഹല്ലേലൂയ. ചില അന്തരീക്ഷങ്ങളിൽ അവർ തിരിക്കാൻ പോവുകയാണ്. പറയുന്നത് കേൾക്കാൻ കരണ്ട് പോലും അനുവദിക്കുന്നില്ല. പക്ഷെ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ചിലത് അനുസരണത്തിലേക്ക് തിരിയുന്ന ഒരു കാലഘട്ടത്തിനകത്ത് വരികയാണ്.
കൊണ്ട് ഇസ്രായേൽ എന്ന ജനത്തെ പലതവണ അടിമത്തത്തിനകത്തേക്ക് ആ കാലഘട്ടത്തിലെ സമൂഹങ്ങളിൽ രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ, പ്രവചന ശബ്ദം വിളിച്ചു പറയുന്നപ്പോൾ, കീഴടങ്ങി അനുസരിക്കാൻ തലമുറകൾ തയ്യാറായപ്പോൾ ദൈവം അവരെ അഭിഷേകത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നു. ഒരു തലമുറ പുറത്തു വരുന്നതിന് പുത്രൻ അനുസരിച്ചതാണ് നമ്മുടെ മേലുള്ള അഭിഷേകത്തിന് കാരണം. എനിക്കറിയത്തില്ല, ഞാൻ മറ്റേ വിഷയത്തിലേക്ക് പോകുന്നു. പുത്രൻ അനുസരിച്ചതാണ്, ആമേൻ, നമ്മുടെ വിശ്വാസം, നമ്മുടെ മേൽ വെളിപ്പെടുന്ന ആഗ്രഹങ്ങളൊക്കെ ഈ അനുസരണം എന്ന വാക്കിനകത്ത് ഒതുങ്ങും. ഈ വിശ്വാസത്തിൻ്റെ വർധനവൊക്കെ ഈ അനുസരണത്തിനകത്ത് ഒതുങ്ങും. വിശ്വാസത്തിൻ്റെ വർധനവും വിശ്വാസത്തിൻ്റെ അഭിഷേകമൊക്കെ ഈ അനുസരണത്തിനകത്ത് കയറി വരും. എനിക്കതൊന്നും എടുത്ത് പ്രസംഗിക്കാനായിട്ട് സമയമില്ല. എങ്കിലും ഞാൻ പറയുന്നത്, ഒരു തലമുറ വരാൻ പോവുക. നന്നായിട്ട് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. സമയങ്ങൾ ക്ഷീണിക്കുന്നത്, സമയങ്ങൾ ലേറ്റ് ആകുന്നത് കൊണ്ട് മനസ്സ് ക്ഷീണിക്കരുത്. ഒരു ദൂത് ഈ അന്തരീക്ഷത്തെ തൊടുന്നുണ്ടെങ്കിൽ ആ ദൂത് അതിനെ കയറി പിടിച്ചിരിക്കും. ഹല്ലേലൂയ. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ദൈവത്തിൻ്റെ വചനത്താൽ ഇത് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഈ ദേശത്ത്, ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടവരെയും ക്രിയേറ്റ് ചെയ്യാൻ ദൈവവചനത്തിന് കഴിയും. ഹല്ലേലൂയ. അവിടെ പറയുന്ന വാക്ക്, എങ്ങനെയാണോ ഞാൻ പിതാവിനെ അനുസരിക്കുന്നത് അതുപോലെയുള്ള ഒരു അനുസരണമാണ് എന്നിലൂടെ പുറത്തു വന്ന നിങ്ങളുടെ മേലും വേണ്ടത്. അത് ജഡത്തിലുള്ള അനുസരണമല്ല. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ആത്മാവിൻ്റെ അനുസരണം. ഒരു വിഷയം പ്രസംഗിച്ച് ഓർക്കുന്നുണ്ടോ? എന്താണ്? അനുസരിച്ചേ പറ്റൂ. അനുസരിക്കാതിരിക്കാൻ ഒരു മാർഗം ഇല്ലാത്ത ഒരു അഭിഷേകത്തിലേക്ക് പോകും. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കയ്യിനോട് പറയുകയാണ് ദൈവം, നിന്റെ മുമ്പിൽ നന്മയുണ്ട്, നീ എന്നാ ചെയ്യണം? തിന്മ തള്ളിയിട്ട് നന്മ തിരഞ്ഞെടുക്കണം. ഈ പുള്ളിക്കാരൻ ഇത് പറ്റത്തില്ല. കാര്യം തിന്മയിലേക്ക് തന്നെ ഓടിച്ചു കയറ്റുന്ന ഒരു സാധനമാണ് ഇപ്പം പാപമാണ് ഇവൻ്റെ അകത്തിരിക്കുന്നത്. പക്ഷെ ആദാം എന്ന് പറയുന്ന ആളുടെ മേല് ഈ തിന്മ അറിയാൻ കഴിയാത്തൊരു ഗ്ലോറി ആയിരുന്നേ. തിന്മ എന്നാന്ന് അറിയാൻ പറ്റാത്ത, അറിയത്തില്ല, അതിൻ്റെ പരിജ്ഞാനം ഇല്ല, അതിൻ്റെ അവസ്ഥയില്ല, ആ സാധനം അവനില്ല. അനുസരണക്കേടിലൂടെ ഈ കൈയിൻ്റെ മേലേക്ക്, കൈയിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോയ ഒരു അന്തരീക്ഷത്തിലേക്ക് ആദമിൻ്റെ തലമുറ കടന്നു വരുമ്പോൾ യേശു കർത്താവ് പറയാൻ, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരിച്ച് ഒരുവൻ നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് ഒരു ജനറേഷൻ പുറത്തു വന്നിരിക്കും. അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോഴും യേശു ക്രിസ്തുവിന് പറയാനുള്ള കാര്യമാണ്, ഞാൻ കൂട്ടത്തിൽ നടത്തുന്ന 12 പേര് നിങ്ങൾ ഉൾപ്പെടെ ചെതറും, പക്ഷെ ഞാൻ വറിയിടാകുന്നില്ല. ഒരു കാര്യസ്ഥൻ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. അവൻ ചിലരെ അനുസരിപ്പിക്കാൻ കാരണമായ രീതിയിൽ സാഹചര്യങ്ങളെ തിരിക്കും. ഞാൻ ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുന്നു, ഭൂമിയുടെ മുഴുവൻ കൺട്രോളും ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മേലാണ്. നിങ്ങളെ വിൽക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം, മുണ്ടക്കയത്തിൻ്റെ മുഴുവൻ കൺട്രോളും നിങ്ങളുടെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ്. തിരിച്ചറിയുക, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൺട്രോള് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ്. അല്ല, ഫ്രീ വിൽ ഉണ്ടെന്നൊക്കെ, അല്ലെ, സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ന് പകല് വചനം ചിലതിനെ തൊട്ടാൽ ആത്മാവ് അങ്ങ് കയറി പ്രവർത്തിക്കും. നീ വചനം പറഞ്ഞാൽ ചിലതിനെ തൊടുന്ന രീതിയിൽ ആത്മാവ് അന്തരീക്ഷത്തെ എടുത്ത് മാറ്റും. ഹല്ലേലൂയ. ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ, ഹല്ലേലൂയ, നിന്നെ എങ്ങനെ പിടിക്കണം എന്നറിയാവുന്ന ഒരു കാര്യസ്ഥൻ. ഹല്ലേലൂയ. ഈ സമൂഹത്തെ എങ്ങനെ പിടിക്കണമെന്ന് അറിയാവുന്ന ഒരു കാര്യസ്ഥൻ, നിന്റെ കുടുംബത്തെ എങ്ങനെ തിരിക്കാമെന്ന് അറിയുന്ന ഒരു കാര്യസ്ഥൻ, സാഹചര്യങ്ങൾ വീടിനകത്ത്, സമൂഹത്തിനകത്ത് സൃഷ്ടിച്ച് ഒരു വലിയ തിരിവിലേക്ക് ഈ അന്തരീക്ഷത്തിലെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ പോവുകയാണ്. ആമേൻ. പിതാവിനെ പുത്രൻ എങ്ങനെ അനുസരിച്ചോ അതുപോലെ. മാനദണ്ഡം എന്താണ്? അതുപോലെ നിങ്ങളും അനുസരിക്കുമെന്ന് വചനം പറയുന്നു. ഞാൻ അനുസരിച്ചോ നിങ്ങൾ അനുസരിച്ചോ എന്നുള്ളത് ചോദ്യമല്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി റിട്ടൺ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു,
ദിസ് ഈസ് ദ ട്രൂത്ത്. ഇതാണ് സത്യം. ഈ സത്യത്തിലേക്ക് വഴി നടത്താൻ കഴിയുന്ന കർത്താവ് നമ്മുടെ അകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടുത്തെ ചർച്ചിൽ ഒരു സാഹചര്യമില്ല, അപ്പം പോലും ഇല്ലാത്തൊരു കുഞ്ഞ്, അവളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു MBBS പോകണം. അഡ്മിഷൻ എടുക്കാൻ ക്യാഷില്ല, ഒന്നിനും ക്യാഷില്ല. കഴിഞ്ഞ നടന്ന BBS നടന്നുകൊണ്ടിരുന്നപ്പം സ്നാനം പോലും പെട്ടിട്ടില്ല. അവിടെ വന്ന് സ്നാനത്തിൻ്റെ ക്ലാസ് നടന്നപ്പോൾ ക്ലാസ്സിനകത്ത് പങ്കെടുത്തിട്ട് ഒരു ടീച്ചർ പൊസിഷനിലേക്ക് വന്നു. അവിടെ നടന്ന ഒരു സെക്ഷനകത്ത്, അവിടെ നടന്ന ഒരു ഡിവോഷൻ സെക്ഷനകത്ത് പരിശുദ്ധാത്മാവ് അവളെ കിറിങ്ങ് തൊട്ടു. അവരുടെ പാസ്റ്റർ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞതാണ്, ഇവള് ചർച്ചിൽ വന്ന മിണ്ടത്തില്ല, ഇവള് ചർച്ചിൽ വന്ന സ്വതന്ത്രം പറയത്തില്ല, ഇവള് ചർച്ചിൽ വന്ന ഒന്ന് അനങ്ങത്ത് പോലും ഇല്ല, ഇങ്ങനെ കൂടിയിരിക്കുമായിരുന്നു. പക്ഷേ ആ BBS പോയി കഴിഞ്ഞ് 2 ആഴ്ച അവൾ ചർച്ചിൽ വന്നുള്ളൂ. അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. പിന്നെ എവിടെ ആയിരുന്നു ഞാൻ ചോദിച്ചാൽ, പിന്നെ ആ ചർച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതാ? ഗ്ലാഡ്സൺ പാസ്റ്റർ ചർച്ചിൽ തന്നെ അവൾ തുടർന്നു. 5-6 ആഴ്ച അവിടെ കൂടിയപ്പോൾ അവിടെ ലൈഫ് അങ്ങ് തുറന്നു ദൈവം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അവരുടെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥനയുണ്ട്. അവിടെയും ഞാനാണ് ശുശ്രൂഷിച്ചത്. ഹല്ലേലൂയ. തിരിക്കുന്ന കർത്താവ് ഒരാളെ തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ചെറിയ പ്രായം മുതൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് അവസാനം ഇങ്ങനെ ഈ റോക്കറ്റ് കത്തിക്കുന്നത് പോലെ ചില കുഞ്ഞുങ്ങളെ ആത്മാവിൽ കത്തിച്ചു വിടും ചിലത്. കാര്യം എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ പ്ലാനിനകത്തേക്ക് ദൈവം വലിച്ചു കയറ്റുന്നതാണ്. അനുഭവമുള്ളൊരു സ്വതന്ത്രം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെയൊക്കെ പഴയ കാലം നോക്കിക്കഴിഞ്ഞാൽ, ഞാനത് ആ പാട്ട് പാടിയപ്പോൾ കരഞ്ഞത്, പഴയ കാലം നോക്കിക്കഴിഞ്ഞാൽ ഒരു യോഗ്യതയില്ല കയറി നിൽക്കാൻ. ഹല്ലേലൂയ. ആത്മാവ് തൻ്റെ അഭിഷേകത്താൽ തന്നെ നയിച്ചു എന്നല്ലാതെ പറയാനൊന്നുമില്ല. ഹല്ലേലൂയ. ആ യോഗ്യനായ കർത്താവ് നമ്മുടെ അകത്ത് വെളിപ്പെട്ടപ്പോഴാണ് ഹല്ലേലൂയ കർത്താവ് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങളെ തിരിഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പ്രഖ്യാപിക്കുന്നു, അനുസരണമുള്ളൊരു തലമുറ പുറത്തു വരാൻ പോവുക. ഹല്ലേലൂയ. പഴയ നിയമം മൊത്തം തെളിവ് നിൽക്കുകയാണ്. അനുസരണം കെട്ടൊരു തലമുറ അടിമത്തത്തിനകത്തേക്ക് പോകുമ്പോൾ ദൈവം ആ തലമുറയ്ക്കകത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതിനകത്തൊരു ദൂതുണ്ട്. ഒരു ജനറേഷൻ അതിൽ നിന്ന് പുറത്തു വരും, കം ഔട്ട് ആകും, പുറത്തേക്ക് വരും. അവർ അനുസരണമുള്ള തലമുറയായിരിക്കും. ആമേൻ. പ്രവാസത്തിനകത്ത് ദൈവശബ്ദം കേൾക്കുന്ന ചില കൂട്ടങ്ങളായി പുറത്തേക്ക് വരുമ്പോൾ അവർ ഇടിഞ്ഞു കിടന്നതിന് പണിയുന്നുണ്ട്. ഹല്ലേലൂയ. തകർന്നു പോയതിനെ ആത്മാവിൽ ഒരുക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, എല്ലാ തകർച്ചയും പണിയുന്ന ഒരു തലമുറ ആത്മാവിൽ കയറി വരും. ഹല്ലേലൂയ. കഴിയാത്തത് പോലും കഴിയിപ്പിക്കുന്ന രീതിയിൽ അവർ കർത്താവിനെ അനുസരിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു, ആ അനുസരണം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇടട്ടെ. ആമേൻ. അടുത്തത് ഞാൻ 3 ഒന്നിച്ച് പറയാം. അടുത്തത് സ്നേഹമാണ്. എങ്ങനെയാണോ പിതാവ് പുത്രനെ സ്നേഹിച്ച അതുപോലെ നിങ്ങളും സ്നേഹിക്കുന്നവരായിരിക്കണം. യേശു പറയാണ്, ഞാൻ ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന കൽപ്പന അങ്ങ് ചേഞ്ച് ചെയ്യുകയാണ്. ഇനി ഒരു കൽപ്പന, ഒറ്റ കൽപ്പനയ്ക്കകത്ത് സകല ന്യായപ്രമാണം നിവർത്തീകരിക്കപ്പെടുന്ന ഒറ്റ കൽപ്പന, ഞാൻ എങ്ങനെയാണോ നിങ്ങളെ സ്നേഹിച്ചത്. ഒന്നുകൂടി പറഞ്ഞ്, പിതാവ് എന്നെ സ്നേഹിച്ചതിൻ്റെ യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ ഈ അനുസരണത്തിലൂടെ സ്നേഹത്തെ ഞാൻ പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങളും നിങ്ങളെ സഹോദരനെ, നെയ്ബറിനെ അതുപോലെ തന്നെ സ്നേഹിക്കുക. അങ്ങനെ സകല നീതിയും നിവർത്തിലാകുന്ന രീതിയിലേക്ക്. ഈ യോഹന്നാൻ്റെ ലേഖനം പഠിക്കുമ്പോൾ കാണുന്നൊരു വാക്കുണ്ട്, കൂട്ടുകാരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനില്ല. അപ്പോൾ നമ്മൾ ഏതോ ഒരു മതത്തിൻ്റെ ഭാഗമാകുകയല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ വക്താക്കളായി തീരണം. ആമേൻ. ഹല്ലേലൂയ. ദൈവസ്നേഹം നിറയട്ടെ. സ്നേഹമുള്ളൊരു തലമുറ പുറത്തു വരും. ഐക്യതയെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ. എങ്ങനെയാണോ പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യത, അതുപോലെ അപ്പം ഞാനൊരു മാനദണ്ഡത്തെയാണ് ഗ്ലോറിക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. പിതാവും പുത്രനും തമ്മിലുള്ള ഇത് ജഡമനുഷ്യനെ നോക്കരുത്, മാനുഷികമായ രീതിയിൽ ചിന്തിക്കരുത്. പിരിക്കാൻ പറ്റാത്ത ആത്മാവാണ്. സ്പിരിച്വൽ കണക്ഷനാണ്, സ്പിരിച്വൽ ബീനാണ്. എന്തുവാ, ഒരു സ്പിരിച്വൽ അവസ്ഥയാണ്. ഒന്നിനോടൊന്ന് ഇഴുകിച്ചേർന്നാൽ പിടിച്ചു പറിച്ചാൽ മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഐക്യത. ഹല്ലേലൂയ. അത് വെളിപ്പെടും. ഹല്ലേലൂയ. ആരും അമ്മയും പറയുന്നില്ലോ, അങ്ങനെ ഒരു സാധനം വേണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ഹല്ലേലൂയ. അങ്ങനെ ഉള്ളത് സഭയ്ക്കകത്ത് വന്ന 2 ഉണ്ടായാൽ മുണ്ടക്കിയാൽ നേരെ തിരിയും.
അപ്പോൾ ഞങ്ങൾക്കില്ലേ? ഉണ്ടാകാണ്ടിയാ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ അറിയാതെ തന്നെ, ഞാൻ ഈ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്നേഹവും ഐക്യതയൊക്കെ നന്നായി കയറിയാൽ ഒരു പ്രവാചകൻ കണ്ട് പ്രവചിക്കുന്നതിനേക്കാളും അപ്പുറത്തെ പ്രവാചകനാവും നിങ്ങൾ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. സ്നേഹവും അനുസരണവും സ്നേഹവും ഐക്യതയും എങ്ങനെയാണോ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനകത്തുള്ളത്, അതേപോലെ തന്നെ അവൻ വിളിച്ചു ചേർത്ത ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മീയ ജീവിയായ ആത്മാവിൽ ജനിക്കപ്പെട്ട നിങ്ങൾക്കുണ്ട്. അതാണ് ക്വാളിറ്റി. ഈ അനുസരണത്തിലേക്ക്, ഈ സ്നേഹത്തിലേക്ക്, ഈ ഐക്യതയിലേക്ക് വരുമ്പോൾ ഗ്ലോറി അങ്ങ് തന്നെ മാനിഫെസ്റ്റ് ആവും. ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ കാലമാണ്, ഈ ഒരു മേഖലയ്ക്കകത്താണ് യഥാർത്ഥ അനുസരണത്തിലേക്ക്. യഥാർത്ഥ അനുസരണം എവിടെയാ? പിതാവിനെ പുത്രനനുസരിച്ചതാണ്. യഥാർത്ഥ അനുസരണത്തിനകത്തേക്ക് നമുക്കത് ഇസഹാക്കിൻ്റെ അബ്രഹാമിൻ്റെ ലൈഫിനകത്ത് കാണാം. ആമേൻ. യാഗം കഴിക്കാൻ നേരത്ത് ഒരു മടിയില്ല, കയറി കിടക്കുക. മരിക്കാനായി പോകുന്നത് നന്നായിട്ട് അറിയാം. എന്നിട്ടും തന്നെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കുന്നത്, അപ്പന് വിധേയപ്പെടുത്തി കൊടുക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു അനുസരണമുണ്ട്. അത് തന്നെയാണ് പുത്രൻ കാണിക്കുന്നത്. പുത്രൻ്റെ അതേപോലെ തന്നെ ഒരു അനുസരണം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ, ഐക്യത നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്നേഹം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. കണ്ണുകൾ അടച്ചൊന്ന് ദൈവശനി പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവേ, ഈ ഒരു ഐക്യതയുള്ളൊരു സഭയായി, ഈ ഐക്യതയുള്ള സഭയായി, സ്നേഹമുള്ള സഭയായി കർത്താവേ, അങ്ങയുടെ ഗ്ലോറി വെളിപ്പെടുന്ന സ്നേഹവും അനുസരണവും ഐക്യതയുള്ളൊരു തലമുറയായി ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, 1000 പേര് വന്നാൽ അവരെ താങ്ങാനുള്ളൊരു കപ്പാസിറ്റി വേണം. ഹല്ലേലൂയ. ഐക്യതയും ഹല്ലേലൂയ അനുസരണവും സ്നേഹവും ഉണ്ടെങ്കിൽ 1000 അല്ല 10,000 പേരും 1,00,000 പേരും വന്നാൽ അവർ ഉൾക്കൊള്ളാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ അവർക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് അല്ല ഉണ്ടാക്കേണ്ടത്, അവർക്ക് വേണ്ടി പറ്റുന്ന ഒരു മനസ്സാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ഒരു ചെക്കൂട്ടം കയറി വരികയാണ്. ഹല്ലേലൂയ. പത്രോസിൻ്റെ വല കീറുമാറായെന്നാണ് പറഞ്ഞത്. എന്നെ അറിയത്തില്ല ചിന്ത അങ്ങോട്ട് പോകുന്നത്. അവൻ്റെ ഹല്ലേലൂയ പടകം മുങ്ങുമാറായെന്ന. അതാണ് ദൈവത്തിൻ്റെ നിറവ്, അങ്ങനെയാണ് ദൈവം നിറയ്ക്കാൻ താല്പര്യപ്പെടുന്നത്. ഹല്ലേലൂയ. എത്രത്തോളം നീ പുറത്തു നിന്ന് പാത്രം മേടിക്കുന്നു, അത്രത്തോളം ഒരു നിറവ് നിന്റെ അകത്തുണ്ടാകും. എത്രത്തോളം നീ പകരുന്നു അത്രത്തോളം ആ പകർച്ച നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ വചനത്തിലൂടെ ഒരു വലിയ ദൃഷ്ടാന്തം എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. നിറയ്ക്കാൻ തയ്യാറുള്ള ഒരു നിറവുള്ളവൻ നിന്റെ പുറകിൽ നിൽപ്പുണ്ട്. അവൻ നിന്റെ മേൽ അതിനെ വെളിപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായി ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്ക്. ഹല്ലേലൂയ. നീ ആ പിതാവിന്റെ ക്വാളിറ്റിയെ അതുപോലെ വെളിപ്പെടുത്തുന്നവനാണ്. പിതാവിൻ്റെ സ്നേഹത്തെ അതുപോലെ വെളിപ്പെടുത്തുന്ന, പിതാവിൻ്റെ ഐക്യതയെ അതുപോലെ വെളിപ്പെടുത്തുന്ന, പിതാവിൻ്റെ പുത്രൻ്റെ അനുസരണത്തെ അതുപോലെ വെളിപ്പെടുത്തുന്ന ഒരാളായി നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ ലൈഫ് ഹല്ലേലൂയ ഒരു ദേശത്തെ മുഴുവൻ പിടിക്കുന്നവരായിത്തീരും. എൻ്റെ ഈ മഹത്വം എന്ന ആശയം നിർത്തുകയാണ്. ഞാൻ അടുത്ത ഭാഗത്തിനകത്തേക്ക് വരുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യം ഒന്ന് ചേർന്ന് വായിച്ചുണ്ട് ഈ വചനത്തിനകത്തേക്ക് വരാം. കർത്താവ് നമ്മളെ സഹായിക്കും. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. വാക്യത്തിനായിട്ട് എല്ലാവരും നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വളരെ ഉണർവോടെ ഇരിക്കുക. ഞാൻ ഈ കൃപാവരങ്ങളുടെ നെക്സ്റ്റ് എപ്പിസോഡ് അടുത്ത, അഥവാ 9 കൃപാവരങ്ങളാണുള്ളത്. 9 അല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ലെന്ന് പറയും. കാര്യം ആത്മാവിനകത്ത് ഒത്തിരി വരങ്ങളുണ്ട്. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനം എഴുതിയപ്പോൾ അടുക്കുള്ള 9 എഴുതി വെച്ചു. പക്ഷേ റോമാലേഖനം എഴുതുമ്പോൾ വേറെയും ചിലതൊക്കെ വെളിപ്പെട്ട് വരുന്നുണ്ട്. അപ്പം ആത്മാവിനകത്ത് ഉള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു പ്രസംഗകനെന്നോ എഴുത്തുകാരൻ എന്ന രീതിയോ എനിക്ക് കുത്തിട്ട് നിർത്താൻ പറ്റത്തില്ല. ഞാൻ പറയുന്നു, തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പുതിയത് നിന്നിലൂടെ മുളയ്ക്കും.
ഹല്ലേലൂയ. എഴുതി വെച്ചേക്കുന്നത് അതിൻ്റെ അടുക്കായിട്ട് പറയാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. ഒന്ന് ഒരു റെവലേഷൻ ഗിഫ്റ്റ്സ് ആണ്. ഒന്ന് എന്താണ്? റെവലേഷൻ ഗിഫ്റ്റ്സ് ആണ്. അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പവർ ഗിഫ്റ്റ്സ് ആണ്. ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയോടെ ഡിക്ലെയർ ചെയ്തേക്കാം. 12, 13, 14 ദിവസങ്ങളിൽ അടുത്ത ആഴ്ച നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആ ദിവസം ജോലി വേണ്ട എന്ന് വെച്ചിട്ട് എല്ലാവരും ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. 14-ാം തീയതി ഉറപ്പായിട്ട് എല്ലാവരും വന്നേക്കണം. കാരണം അന്ന് ഞായറാഴ്ചയാണ്. 13-ാം തീയതി നമ്മുടെ തോമസ് ചാൻ്റെ വീട്ടിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ട്. 12-ാം തീയതി ജോർജ് ചാൻ്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥനയുണ്ട്. ആദ്യം പറയണമെന്ന് വിചാരിച്ചതാണ്, എങ്കിലും ഒരു ദൂതായിട്ട് ഞാനത് പറയുകയാണ്. എല്ലാവരും ആ വിഷയത്തിൽ ആഗ്രഹത്തോടെ കടന്നു വരിക. ഞാനന്ന് മറ്റാരും ഇല്ലെങ്കിൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ പവർ ഗിഫ്റ്റ്സ് എന്നവരെയും നിങ്ങളുടെ മേൽ നമ്മുടെ പേര് പോലെ ഒരു പവറിലേക്കും മിറക്കിളിലേക്കും നമ്മൾ എത്തുന്ന പവർ ഗിഫ്റ്റ്സുകളെ നിങ്ങളുടെ അകത്ത് എടുക്കാൻ കർത്താവ് സഹായിക്കട്ടെ. വ്യക്തിപരമായി വിഷയങ്ങൾക്കകത്ത് വിശ്വാസത്തിൽ തോറ്റവർക്കൊക്കെ ആ വിഷയത്തിനകത്ത് ഭയങ്കര അനുഗ്രഹമായി തീരും. കർത്താവ് സഹായിക്കട്ടെ. ദൈവം അങ്ങനെ തന്നെ ക്രമീകരിക്കുമെന്ന് പറയുന്നു. അപ്പം രണ്ടാമത്തെ 3 തന്നെ തിരിച്ചിരിക്കുക. 9 കൃപാവരങ്ങളെ 3 തിരിച്ചു. അതിൽ 3 ആദ്യത്തെ പാർട്ടിനകത്ത് കയറ്റി, രണ്ടാമത്തെ പാർട്ടിനകത്ത് 3, മൂന്നാമത്തെ പാർട്ടിനകത്ത് 3 എന്ന രീതിയിലാണ് പറയുന്നത്. മൂന്നാമത്തെ പാർട്ട് ഇങ്ങനെയാണ്, സ്പീക്കിംഗ് ഗിഫ്റ്റ്സ് ആണ്. അഥവാ അന്യഭാഷയുടെ വരങ്ങൾ, വിവിധ ഭാഷകളുടെ വരങ്ങൾ എന്ന് പറയുന്ന വായിലൂടെ ബുദ്ധിയെ അബലമാക്കിക്കൊണ്ട് പറയുന്ന സ്പീക്കിംഗ് ഗിഫ്റ്റ്സുകളാണ്. അതിൽ രണ്ടാമത്തെ പാർട്ടിനകത്ത് കയറുന്നത് മൊത്തം പവർ ഗിഫ്റ്റ്സുകളാണ്. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വരുന്ന, വീര്യപ്രവർത്തികൾ വരുന്ന, വിശ്വാസത്തിൻ്റെ വരം ലഭിക്കുന്ന, വീര്യപ്രവർത്തികളുടെ വരം എന്നൊക്കെ പറയുന്ന വലിയ അത്ഭുതങ്ങളുടെ ഗിഫ്റ്റ്സുകളാണ്. അതെല്ലാം നമുക്കുണ്ട്. സ്തോത്രം ചെയ്തോണം. ആമേൻ, ഹല്ലേലൂയ. ആ ഗിഫ്റ്റ്സുകളെ പറ്റിയാണ് പറയുന്നത്. അതിന് പറയുന്ന പേര് പവർ ഗിഫ്റ്റ്സ് എന്നാണ്. ആദ്യത്തെ പാർട്ടും 3 ഉണ്ട്. അതിൽ കുറച്ച് നാളായിട്ട് ഞാൻ നിങ്ങളുടെ അകത്ത് എടുക്കുന്നൊരു വിഷയമാണ്. അതിനകത്ത് 1 ജ്ഞാനത്തിൻ്റെ വചനമായിരുന്നു, 2 പരിജ്ഞാനത്തിൻ്റെ വചനമായിരുന്നു, 3 ആത്മാക്കളുടെ വിവേചനം. ഒന്ന് പറഞ്ഞാട്ടെ, ഈ ആത്മാക്കളുടെ വിവേചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും ഒന്നിച്ച് ഇന്ന് രാവിലെ എടുക്കണമെന്ന് വിചാരിക്കുന്ന കാര്യം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിജ്ഞാനത്തിൻ്റെ വചനത്തെ കുറച്ച് എടുത്തു. എന്നിട്ട് അടുത്തൊരു കോശത്തിലേക്ക് വരുമ്പോൾ ഈ 2 ഭാഗത്തോടെ എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നല്ല ധൈര്യമുണ്ട് അത് പ്രസംഗിക്കാൻ. എൻ്റെ നാവിനകത്ത് അഭിഷേകവും ദൈവാത്മാവും നൽകുന്നുണ്ട്. കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തുറന്നു വരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞു 3 ഗിഫ്റ്റ്സ് ഏതാണ്? ഒന്ന് വെളിപ്പാടിൻ്റെ വരങ്ങൾ എന്ന് പറഞ്ഞാൽ വെളിപ്പാടിൻ്റെ വരങ്ങൾ, റെവലേഷൻ ഗിഫ്റ്റ്സുകളാണ്. ഒന്ന് പറഞ്ഞാൽ റെവലേഷൻ ഗിഫ്റ്റ്സുകളാണ്. 2 പവർ ഗിഫ്റ്റ്സുകളാണ്, അത്ഭുതങ്ങളുടെ വരങ്ങളാണ്. എന്താണ്? 3 സംസാരിക്കുന്ന വരങ്ങളാണ്, സ്പീക്കിംഗ് ഗിഫ്റ്റ്സ് ആണ്. അപ്പം 3 പാർട്ടിനകത്ത് 3 വരങ്ങൾ വെച്ചുണ്ട്. അതിൽ ആദ്യത്തെ പാർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ബന്ധത്തിലാണ് ഈ വാക്യത്തിലേക്ക് പറയുന്നത്. അതിൽ ആദ്യത്തെ വാക്യം നമ്മളിങ്ങനെ വായിച്ചത്, ദൈവിക കൃപ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കുന്നു, അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് അറിയാൻ വേണ്ടി മാത്രം പ്രസംഗിക്കുകയാണ്. ഇത് ആഗ്രഹിക്കുന്നതിൻ്റെ മേലത് വെളിപ്പെടും. പ്രത്യേകിച്ച് ആദ്യത്തെ 3 കൃപാവരങ്ങൾ ഒരു പ്രത്യേക അവസ്ഥയിൽ ആർക്കെങ്കിലും വേണ്ടി മാറ്റിയതല്ല. ആരൊക്കെ മുങ്ങിപ്പൊങ്ങി വന്നിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ഉള്ളതാണ്. ഹല്ലേലൂയ. ഈ കൃപാവരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വന്നാൽ പിന്നെ പോകത്തില്ല. വന്നാൽ പിന്നെ പോകത്തില്ല. 2 ആഴ്ച പ്രാർത്ഥിക്കാതൊന്നും ഇരിക്കരുതേ. പ്രാർത്ഥിച്ചില്ലെന്ന് വെച്ചു ഹല്ലേലൂയ അതങ്ങോട്ട് ഒളിച്ചോടത്തില്ല. നീ കയറി നിന്ന് അപ്പോഴേ ഇത് വെളിപ്പെട്ട് വരും. കാര്യം നമ്മളെപ്പോലെ അല്ല ദൈവം. ഹല്ലേലൂയ. ഈ ആഴ്ച ആരാധനയ്ക്ക് വന്നിട്ട് അടുത്ത ആഴ്ച വരാതിരിക്കുന്നൊരു പരിപാടി ദൈവത്തില്ല. തന്നതാണ്. ഒന്ന് പറഞ്ഞേ, തന്നതാണ്. ഹല്ലേലൂയ. അത് മേടിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ. രണ്ടാമത്തെ കാര്യം, ഇത് കൃപയാൽ വെളിപ്പെടുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയാണ്, അറിവില്ലാതിരിക്കരുത്. എന്താണ്? കൃപാവരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ഈ മൂലഭാഷയിൽ സത്യം പറഞ്ഞാൽ കൃപാവരങ്ങളെക്കുറിച്ചുള്ള പദമില്ല. കാരണം കൃപാവരങ്ങളെക്കുറിച്ച് തന്നെ പറയുന്ന അധ്യായമാണ്. പക്ഷേ മൂലഭാഷയ്ക്കകത്ത് ഈ ആത്മീയതയെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. എന്താണ് പത്മേൻ്റെ? എന്താണ്? നിങ്ങൾ ആത്മീയരാണെന്നും ആത്മാവിൽ ഉള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത്. ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലേ? പഞ്ചായത്ത്
പഞ്ചായത്ത് ഹോൾ എവിടെയാണെന്ന് അറിയാലോ, അല്ല പഞ്ചായത്ത് ഓഫീസ് എവിടെയാണെന്ന് അറിയാലോ, പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയാലോ, അല്ലേ, ഇവിടുത്തെ കളക്ടറേറ്റ് എവിടെയാണെന്ന് അറിയാലോ, സ്കൂളും പള്ളിയും എല്ലാം എവിടെയാണെന്ന് അറിയാമല്ലോ, ആരും പറഞ്ഞു തരണ്ടല്ലോ. അതൊക്കെ ഈ പുറത്തുള്ള ആളിൻ്റെ റേഷൻ കട എവിടെയാണെന്ന് അറിയാലോ, അങ്ങനെ പറയുന്ന എല്ലാ അറിവുകളാ എന്ന് പറഞ്ഞ പോലെ നീ ആത്മാവിൽ ജനിച്ചുവെന്നും ആത്മാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനേക്കാൾ വലുത് അവിടെ കടപ്പുണ്ടെന്ന് നീ അറിയാതിരിക്കരുത്. ഹല്ലേലൂയ. ജോസ ഒരു സ്വതന്ത്രം പറഞ്ഞാടെ. ഹല്ലേലൂയ. എന്താണ് അറിയാതിരിക്കരുത്? അറിഞ്ഞാ നീ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അറിഞ്ഞാൽ ആഗ്രഹിച്ച ഇത് നിന്റെ മേൽ വെളിപ്പെടും. ആമേൻ. അപ്പം ഈ ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവിനകത്തുനിന്ന് ഉള്ളത് ഹല്ലേലൂയ വർഷങ്ങളായിട്ട് അടച്ചു വെച്ചിരുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി. ആമേൻ. വർഷങ്ങളായിട്ട് നിങ്ങളുടെ ഉള്ളിലൂടെ മാത്രം വെളിപ്പെട്ട് വരാൻ വേണ്ടി ദൈവം മറച്ചു വെച്ചിരുന്നതാണ്. അതുകൊണ്ട് ആത്മാവിനെ കിട്ടിയവൻ എന്തുണ്ട്? ഈ വരങ്ങളെല്ലാം തുറന്നു വരും. ഒന്ന് കൈ ഉയർത്തി സ്തോത്രം ചെയ്യണം. കർത്താവേ, ഒരു വരത്തിനും കുറവില്ലാത്തവരായി ദൈവം ഇവരെ നിറയ്ക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ ഈ റൂട്ടാണ് ആദ്യം പ്രസംഗിച്ചത്. വർഷങ്ങൾ കൊണ്ട് ആദിമ നൂറ്റാണ്ടിൽ വെളിപ്പെട്ട അഭിഷേകവും കൃപാവരങ്ങളും ആ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് ശേഷമായിട്ട് ഇത് നിന്നുപോയി. ഒരു ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരിക്കകത്ത് ഒരു പെൺകുട്ടി ദൈവവചനം വായിച്ചിട്ട് ആത്മപകർച്ചയെക്കൊണ്ട് വിശ്വസിച്ചിട്ട് പ്രവചനത്തെക്കുറിച്ച് വിശ്വസിച്ച് ഹല്ലേലൂയ പ്രവചനം ഇല്ലാത്ത പ്രൊഫസറെ കൊണ്ട് തലയിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് അന്യഭാഷ കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച ഒരു പെൺകുട്ടി ആഗ്രഹബോധത്തോടെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും തയ്യാറായ ദിവസങ്ങളിൽ ഒന്നിൽ അവരെ അധ്യാപകൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൾ അന്നുവരെ നൂറ്റാണ്ടുകൾക്കകത്ത് അന്നുവരെ സംസാരിക്കാത്ത ഭാഷ അവളുടെ നാവിൻ്റെ മേൽ വെളിപ്പെട്ടു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പറഞ്ഞു. ദിവസങ്ങളോളം അവൾ അത് സംസാരിച്ചു കൊണ്ടിരുന്നു. അവളുടെ സ്വന്തം ഭാഷ അവളുടെ നാവിലൂടെ വഴങ്ങി വരാത്ത രീതിയിൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്തേക്ക് ഹല്ലേലൂയ അവളുടെ നാവ് പിടിക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവർ പറഞ്ഞു, ഹല്ലേലൂയ ഇനി നിനക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്തെങ്കിലും എഴുതി കാണിക്കുന്നു. പക്ഷേ അവളുടെ ഭാഷയിൽ എഴുതാൻ തുടങ്ങുമ്പോൾ ചൈനീസ് ഭാഷയിലാണ് അവൾ എഴുതുന്നത്. അവൾ പറയുന്നത് എന്തോ ഏത് ഭാഷയിലാണോ അതേ ഭാഷയിൽ എഴുതുകയാണ്. അടുത്ത പത്രങ്ങൾ അത് വെളിപ്പെടുത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ അതിനെ എഴുതി വിളുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, തൊട്ടതാണ്, തുറന്നാൽ തുറന്നതാണ്. ബലഹീനരായ മനുഷ്യരെ ദൈവം ചൂസ് ചെയ്തിട്ട് അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ വിടുതലിനെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിൽ ഉള്ളതിനെ വെളിപ്പെടുത്തുവാൻ ആത്മാവിനെ അച്ചാരമായി നിന്റെ തലയ്ക്ക് മീതെ പതിപ്പിച്ച് പിടിച്ചിരിക്കെ അവനെന്ന അഡ്വാൻസിലൂടെ സകലതും തുറന്നു വരും. ആമേൻ. അടുത്തൊരു കാര്യമാണ് ഞാൻ പറയാം. ഇത് കൃപാവരങ്ങളെന്ന് പറയുമ്പോൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവാണ് യഥാർത്ഥ വരം, യഥാർത്ഥ ഗിഫ്റ്റ്. വരം എന്ന വാക്കിന് കാര്യം ഗിഫ്റ്റ് എന്ന വാക്ക് പറയുമ്പോൾ ആരാണ് ഗിഫ്റ്റ്? ഹോളി സ്പിരിറ്റ് ആണ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് വന്നാൽ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും. എന്താണ്? ബാക്കി മൊത്തം ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുമ്പോൾ മാനിഫെസ്റ്റേഷനാണ്, സ്പിരിറ്റിൻ്റെ മാനിഫെസ്റ്റേഷൻ. ആമേൻ. ഹോളി സ്പിരിറ്റിൻ്റെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ എന്താണ്? ആരാഗ്രഹിക്കുന്നോ കാക്ഷിക്കുന്നോ അവൻ്റെ മേൽ വിളി അനുസരിച്ച് അത് തുറന്നു വരും. ആമേൻ. അതിനകത്ത് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും വെളിപ്പെടും. ആമേൻ. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആത്മാക്കളുടെ വിവേചനം എല്ലാവരുടെ മേലും ഉണ്ട്. ആമേൻ. ഇത് ആഗ്രഹിക്കുന്നവൻ്റെ മേൽ ഇത് മാനിഫെസ്റ്റഡ് ആകും. അടുത്ത ദിവസങ്ങൾ ഇല്ല, ഇപ്പം മുതൽ ആഗ്രഹിച്ചു. നീ വീട്ടിലിരുന്ന് ആഗ്രഹിച്ചാലും, നാട്ടിലിരുന്ന് ആഗ്രഹിച്ചാലും, വണ്ടിയിലിരുന്ന് ആഗ്രഹിച്ചാലും, യാത്ര ചെയ്യുമ്പോൾ ആഗ്രഹിച്ചാലും, നീ അറിയാതെ നിന്റെ അന്തരംഗത്തെ അത് തൊട്ടിരിക്കും. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, ഞാൻ അന്തരംഗത്തിലെ സത്യമല്ലോ ഇച്ഛിക്കുന്നത്, അല്ലേ? അന്തരംഗത്തിൽ സത്യം എന്താ? അന്തരംഗത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ആത്മാവാണെന്നും ആത്മാവ് അവിടെ വെറുതെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. ചിലർ ബുദ്ധിമുട്ടുമ്പോൾ പാടുമെന്നും, ഹല്ലേലൂയ കഷ്ടത അനുഭവിക്കുമ്പോൾ പാട്ട് പാടുമെന്നൊക്കെ ഉണ്ട്. അതൊക്കെ ആശ്വാസത്തിൻ്റെ ഭാഗമായി വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊരു നിർണായകമായി വെളിപ്പെടുത്തലിന് വേണ്ടി വന്നതാണ്. ഹല്ലേലൂയ. 3 കാലഘട്ടത്തെ തൊടുന്ന രീതിയിൽ ഹല്ലേലൂയ ഈ 3
അല്ലെങ്കിൽ ഈ ഒരു ഡയമെൻഷനകത്ത് നിൽക്കുന്നവരെ ഫോർത്ത് ഡയമെൻഷനകത്ത് കിടക്കുന്ന സകല വെളിപ്പെടുത്തലുകളും ഹല്ലേലൂയ ഭൂതം ഭാവി വർത്തമാനം എന്ന് പറയുന്ന 3 കാലഘട്ടത്തിൽ അപ്പുറത്ത് കിടക്കുന്ന സംഭവങ്ങളെ നിന്റെ തലയിൽ ബുദ്ധിക്കകത്ത് വെളിപ്പെടുത്തി കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗിഫ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിവുണ്ടെങ്കിൽ, ഈ ഭൂമിയുടെ അറിവുണ്ടെങ്കിൽ, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വരം നിങ്ങളുടെ അകത്ത് കിട്ടുമ്പോൾ, അതിന് മുമ്പത്തെ കാര്യം ഞാൻ പറയാം. ഹല്ലേലൂയ. ഈ പഠിത്തം ഉണ്ടെങ്കിൽ, സ്കൂളിലെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പിറകോട്ട് നമുക്ക് പഠിക്കാം. ഹല്ലേലൂയ. യേശുവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാം, BC കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാം, ആദമിൻ്റെ കാലഘട്ടത്തിനപ്പുറം നടന്ന കാലഘട്ടത്തെക്കുറിച്ചും ഭൂമി ഉണ്ടായ കാലഘട്ടത്തെക്കുറിച്ചും ഫോസിലുകളുടെ പഠനങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷെ പറയാണ്, ഈ ഭൂമിയെ ഹല്ലേലൂയ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സകലത്തെയും വചനം കൊണ്ട് നിർമ്മിക്കുന്നതിന് മുമ്പ് അദൃശ്യ മണ്ഡലത്തിനകത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നെന്നും നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ പ്ലാൻ എന്തായിരുന്നെന്നും ആത്മാവ് നിന്നെ വെളിപ്പെടുത്തിക്കൊണ്ടുവരും. ഹല്ലേലൂയ. ചിലരുടെ ബുദ്ധിയൊക്കെ ഇപ്പോൾ പ്രകാശിപ്പിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ. ഈ ലോക മനുഷ്യരായി തീർന്നതിൻ്റെ ഭാഗമായി, ലോകത്തിൻ്റെ പ്രഹരങ്ങൾ വന്നതിൻ്റെ ഭാഗമായി, അനുഭവങ്ങളുടെ തുച്ഛീകരണം സംഭവിച്ചതിൻ്റെ ഭാഗമായി, പ്രഹരങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ ആഞ്ഞടിച്ചിറങ്ങി ബുദ്ധി മരവിച്ചു പോയതിൻ്റെ മേൽ ആത്മാവ് ചിലതിനെ പ്രകാശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനത് ദേശത്തിലേക്ക് ആത്മാവിൽ വിരിച്ചൊരു വലയാക്കി എറിയുകയാണ്. ഹല്ലേലൂയ. ഒരു അസാധാരണമായ റിവൈവലിന് കാരണമാകുന്ന ഒരു പ്രകാശനം സംഭവിക്കട്ടെ. കരമൊന്ന് അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അധമ ബുദ്ധിക്കകത്തേക്കും അന്ധബുദ്ധിക്കകത്തേക്കും അന്ധവിശ്വാസങ്ങൾക്കകത്തേക്കും ആചാരങ്ങൾക്കകത്തേക്കും ഹല്ലേലൂയ അവ വ്യാപരിച്ചു നിൽക്കുന്ന ഒരു ജനത്തെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ഹല്ലേലൂയ ഉയരത്തിൽ കത്തിവെച്ചിരിക്കുന്ന ഒരു വിളക്ക് പോലെ ചിലരുടെ മേലത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ജാതികളായിരുന്നപ്പോഴും വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുന്നത് പതിവായിരുന്നു. എന്താണ് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വിടുതലിന് വേണ്ടി വിഗ്രഹങ്ങളുടെ അടുക്കൽ പോയി നമസ്കരിക്കുന്ന പതിവായിരുന്നു. പക്ഷേ തിരിച്ചറിയണം, ഇപ്പോൾ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയണം. ഇപ്പോൾ നിങ്ങൾ തിരിച്ചിരിക്കണം. നീയും ക്രിസ്തുവും രണ്ടല്ലാത്ത രീതിയിൽ സ്പിരിറ്റിൽ ഒന്നിച്ചു നിർത്തിയിരിക്കുക. എന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ഈ മൺകൂടാരത്തിനകത്ത് വന്ന് ഇറങ്ങി നിന്ന് വസിക്കുകയാണ്. ദൈവത്തിൻ്റെ മന്ദിരമാക്കി നിൻ്റെ ശരീരത്തിന് ഒരു പുതിയ ക്വാളിറ്റി തന്ന് നിന്നെ ആക്കുമ്പോൾ തിരിച്ചറിയണം, വിഗ്രഹങ്ങൾക്കകത്ത് പോയി നിൻ്റെ പതിവുകളുണ്ട്. അതുപോലെ അല്ലിത്, അതുപോലെ അല്ല. അമ്പലത്തിൽ പോകുന്നത് പോലെ അല്ല ആരാധനയ്ക്ക് വരുന്നത്. അതിൽ തിരിച്ചറിയണം, നിൻ്റെ അന്തരംഗത്തെ ത്രസിപ്പിക്കുന്ന, വികസിപ്പിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു യഥാർത്ഥ ദൈവം നിന്റെ അകത്തുണ്ടെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നീ തേടി നടക്കുന്ന അനുഗ്രഹം നിന്റെ അകത്താണ്. നീ തേടി നടക്കുന്ന തേജസ് നിന്റെ അകത്താണ്. നീ തേടി നടക്കുന്ന വിടുതൽ നിന്റെ അകത്താണ്. നീ തേടി നടക്കുന്ന ദൈവപ്രസാദം നിന്റെ അകത്താണ്. എന്താണ്? ആ ക്രിസ്തു നിന്റെ അകത്താണ് ഇരിക്കുന്നത്. അതാണ് പരിജ്ഞാനത്തിൻ്റെ വചനം തുടങ്ങുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ചു തുടങ്ങി. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അകത്ത് പറയുകയാണ്. ഞാൻ ഈ വാക്ക് പ്രസംഗിച്ച് നിർത്തിയെന്ന് വിശ്വസിക്കുന്നു. ആ വാക്ക് ഇങ്ങനെയായിരുന്നു: ഈ അപ്പോസ്തലന്മാരിൽ ചെറിയവനായി എനിക്കും ആ കൃപ ലഭിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇതൊരു കൃപയാണ് കേട്ടോ. ഹല്ലേലൂയ. ഇതൊരു കൃപയാണ്. ആദ്യ കാലഘട്ടത്തിൽ, ഒന്നുകൂടി പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് ആർക്കും മനസ്സിലാകാതെ പോയ ഒരു കൃപ ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുകയാണ്. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ടുള്ള പത്രോസിൻ്റെ ലേഖനത്തിനകത്തൊരു അതിപ്രധാനമായ ഏട് കിടപ്പുണ്ട്. ആ ഏടിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്: ക്രിസ്തുവിന് വരുന്ന കഷ്ടവും പിന്നീട് വരുന്ന മഹത്വത്തെയും കുറിച്ചു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ അറിഞ്ഞ പ്രവാചകന്മാർ ആ കാലഘട്ടത്തെ ആരാഞ്ഞ് ചോദിച്ചു.
ഇരമ്യ പ്രവാചകൻ യെശയ്യാ പ്രവാചകൻ ഹല്ലേലൂയ ആരാഞ്ഞു ചോദിച്ചു. അവർ കണ്ടു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ഒരു തലമുറ കയറി വരുന്നു. കമോൺ, സ്തുതിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു തലമുറ കയറി വരുന്നുണ്ട്. ആ തലമുറയെ കണ്ടിട്ട് ഇവർ അതിശയിക്കുക. ഞങ്ങൾ ഒരുപാട് തലമുറയെ കണ്ടിട്ടുണ്ട്. ആകാശം അടച്ച പ്രവാചകനെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ വാക്കുകൊണ്ട് ഹല്ലേലൂയ പ്രപഞ്ചത്തെ ഒരു നിമിഷം നിർത്തിയ യോശുവയെ കണ്ടിട്ടുണ്ട്. ഒരു വലിയ കൂട്ടത്തിൻ്റെ നേതാവായ ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാവരുടെ നേതാവായ മോശയെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്തൊരു വെളിപ്പാട് കൊണ്ട് ഒരു തലമുറ കയറി വരുന്നു. കൂടെ നിൽക്കണം ഇന്ന് പകൽ. ഒരു തലമുറയെ കുറിച്ചാണ് എനിക്ക് പ്രസംഗിക്കുന്നത്. അവർ കയറി വരും. അവരെ കൊണ്ട് കേട്ടപ്പോൾ അവർ ഈ പ്രവാചകന്മാർക്ക് അറിയത്തില്ലെന്നറിയാം. എങ്കിലും അവരുടെ ആത്മാവിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ആ അനുഭവങ്ങളെ ആരാഞ്ഞു ചോദിച്ചുകൊണ്ടിരുന്നു. പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന് വരുന്ന കഷ്ടവും പിന്നീട് വരുന്ന മഹത്വവും. അതായത് ക്രിസ്തുവിന് കഷ്ടം സംഭവിച്ചു. അവൻ കാൽവരിയുടെ ഗിരിമൂലിൽ അറുക്കപ്പെട്ടു. 3 ആണികളിൽ തൂങ്ങി മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിലിരുന്നു. 3-ാം ദിവസം കല്ലറയുടെ മേൽ ഇറങ്ങി വന്ന ആത്മാവ് അവനെ അവിടെ നിന്ന് ഉയർപ്പിച്ച് ആകാശമേഘങ്ങൾക്കകത്ത് കൊണ്ടുപോയി. അവൻ പ്രത്യക്ഷപ്പെട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വചനം പറഞ്ഞു. ചെതറിപ്പോയ ജനത്തെ ഉറപ്പിച്ചു നിർത്തി. ഒരു വാക്ക് കൂട്ടിച്ചേർത്തു: നിങ്ങൾ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പിന്നീട് വരുന്ന മഹിമ അവിടെ തുടങ്ങിയാണ്. മാളിക മുറിക്കകത്തേക്ക് കയറിയ അപ്പോസ്തലന്മാർ തിരിച്ചിറങ്ങുമ്പോൾ അവരൊരു സാധാരണക്കാരായിട്ടല്ല ഇറങ്ങി വന്നത്. ആദാം നഷ്ടപ്പെടുത്തിയ യഥാർത്ഥ തേജസ്സിന്റെ ഉടമകളായി അവർ പുറത്തിറങ്ങുമ്പോൾ അവരുടെ മുമ്പിൽ ലോകം പരാജയപ്പെടാൻ ഇന്ന് പകരം വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യണം. ഒരു സാധാരണക്കാരന്റെ മുമ്പിൽ, സാധാരണക്കാരായ മുക്കുവന്മാരുടെ മുമ്പിൽ ലോകം കീഴടങ്ങുന്ന കാഴ്ച അവർ കണ്ടു തുടങ്ങിയെങ്കിൽ ഈ പകരം വിശ്വാസത്തോടെ പറയുന്നു, ദൈവം നിങ്ങളെയും അങ്ങനെ ഉപയോഗിക്കും. കരമെന്ന് അടിച്ച് കർത്താവിനെ ശക്തിയോടെ ബഹുത്തപ്പെടുത്ത്. പിന്നീട് വരുന്ന മഹത്വം, അന്ത്യകാലഘട്ടം എന്ന് പറയുന്ന ആ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ നാളെ മുതൽ തുടങ്ങി യെരൂശലേമിൽ ഒരു മതമുണ്ടായിരുന്നു. ആ മതത്തിന്റെ പേര് യഹൂദ മതമെന്നായിരുന്നു. ആ കാലഘട്ടത്തെ സർവ്വ ഉത്തരങ്ങൾക്കും ഉത്തരം പറയുന്ന ഒരു മതം, രാജ്യത്തെ ഭരണകൂടം തോറ്റുപോകുന്ന ഒരു മതം. ആ മതത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഭിഷേകമുള്ളവൻ പുറത്തു വന്നു. ഇന്ന് പകല് പറയുന്നു, മതത്തിന് ജയിക്കാൻ കഴിയാത്ത, സാമ്രാജ്യത്തിന് ജയിക്കാൻ കഴിയാത്ത ഒരു അഭിഷേകമുള്ളവരാണ് ക്രിസ്തുവിനാൽ പുറത്തു വന്നവർ. ഇങ്ങനെ ഇരിക്കരുത് കേട്ടോ. ഇരിക്കരുത്. ഹല്ലേലൂയ. ഇത് പ്രസംഗിക്കും എൻ്റെ നാടിഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ എനിക്ക് മടിയില്ല ഇത് പറയാൻ. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾക്ക് ആരോഗ്യം നൽകുന്ന ഒരു ആത്മാവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, പിന്നീട് വരുന്നൊരു മഹത്വവുമായി ഒരു തലമുറ കയറി വന്നെങ്കിൽ 12-ൽ നിന്ന് 120-ലേക്ക്, 120-ൽ നിന്ന് 5000, 3000-ലേക്കും, 3000-ൽ നിന്ന് അടുത്താടെ 8000-ലേക്കാണ് വരുന്നത്. ഇന്ന് പറയുന്നു, ദൈവം ചില നിമിഷങ്ങൾക്കകം ഈ അന്തരീക്ഷത്തെ ടോട്ടലായി തിരിക്കാൻ കഴിയുന്ന രീതി, ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ പ്രഖ്യാപിച്ചു തുടങ്ങിയാൽ വിശ്വസിച്ചോണം. കൃപാവരങ്ങൾ നൽകി, ആത്മീയ വരങ്ങൾ നൽകി, ആത്മീയ ഉത്തേജനം നൽകി ദൈവം നിങ്ങളെ അഭിഷേകത്തിൽ ഉറപ്പിക്കും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ആ ദൈവശക്തി പറന്നിറങ്ങുകയാണ്. നിന്റെ മേൽ ആ ദൈവപ്രവൃത്തി പറന്നിറങ്ങുകയാണ്. ഒരു ക്വാളിറ്റിയിലേക്ക് ആത്മാവ് നിന്നെ സ്വീകരിക്കുന്നു. നിന്റെ നാവ് കൃപാവരങ്ങൾക്കൊത്തവണ്ണം ചലിക്കപ്പെടുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ടെന്ന് പ്രവചിക്കുന്നു ഞാൻ. ഹല്ലേലൂയ. നീ നിൽക്കുന്ന, സംസാരിക്കുന്നിടത്ത് നീ മിണ്ടാതിരിക്കും, നിന്നിലുള്ള ആത്മാവ് സംസാരിക്കും. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ചില നിമിഷങ്ങൾ പെട്ടെന്ന് നിർത്തരുത്. ചില നിമിഷങ്ങൾ ആരാധിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ഇത് ആരാധനയുടെ സമയമാണ്. ഹല്ലേലൂയ. ഒരു ക്വാളിറ്റി ഉള്ളവനായി ദൈവം മാറ്റുന്നത് പോലെ ഇന്ന് ചിലരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പറന്നിറങ്ങുന്നു. ഹല്ലേലൂയ. ഗെറ്റ് റെഡി ടു റിസീവ്. ഈ നിമിഷം മുതൽ നിന്റെ മേൽ അത് സംഭവിക്കുകയാണ്. നിന്നെ ഒരു ക്വാളിറ്റിക്കകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഒരു കാലഘട്ടം നിന്റെ മുമ്പിൽ തുറന്നു വന്നപ്പോൾ അത് അനുഭവിക്കാൻ കഴിയാതെ വേണം ഏതെയോ മൂലയ്ക്കാക്കിയ ഇരുളിന്റെ കാലഘട്ടത്തിന് എന്നേക്കും അവസാനമിട്ടുകൊണ്ട് ആത്മാവ് നിന്നെ ഒരു സുവിശേഷ സംതൃപ്തിക്കായി വിളിക്കുകയാണ്.
Come on, come on. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ മേലത് വെളിപ്പെടട്ടെ, നിന്റെ മേലത് വെളിപ്പെടട്ടെ, നിന്റെ മേലത് വെളിപ്പെടട്ടെ, നിന്റെ മേലത് വെളിപ്പെടട്ടെ, നിന്റെ മേലത് വെളിപ്പെടട്ടെ. കേട്ടടി, ഇന്നു മുതൽ നീ ഒരു തീ പോലെ കത്തുന്ന ഒരു അഭിഷിക്തനായി മാറട്ടെ. എവിടേക്ക് ഒതുങ്ങിപ്പോയി, എവിടേക്ക് ഒതുങ്ങിപ്പോയി നിന്നെ ഒതുക്കിയ സകല പ്രതിബന്ധങ്ങളും ഇന്ന് രാവിലെ അഴിഞ്ഞു മാറുകയാണ്. ഇതെനിക്ക് പ്രസംഗിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹമില്ല, മറിച്ച് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ ഞാൻ ഹാപ്പിയാണ്. ഈ പകൽ വിശ്വാസത്തോടെ പറയുന്നു, ആ ആത്മശക്തി നിന്റെ മേൽ ഇന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. നാവ് ഉയർത്തി സ്തുതിക്കാൻ തയ്യാറുള്ളവർ മടി കാണിക്കരുത്. ഈ പകൽ നീ അനക്കുന്ന അനക്കം, നീ ഒന്ന് ആക്ട് ചെയ്യുന്ന ആക്ടിനകത്ത് നിന്നെ ശക്തീകരിച്ചുകൊണ്ട് ആത്മാവിറങ്ങും. നീ ചെയ്യുന്ന പ്രോസസ്സിനകത്ത് ദൈവത്തിന്റെ വിടുതൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. ലാസറിനെ വിളിക്കാൻ പറഞ്ഞാൽ വെളിപ്പെടുമ്പോൾ തന്നെ മരിച്ചവരെ എഴുന്നേൽക്കുന്നത് പോലെ നിന്റെ നാവ് ചില എക്സസൈസിനകത്തേക്ക് പോകുകയാണ്. ഒരു ഹെവി പ്രസൻസ് ചിലരെ തൊടുന്നു, ഒരു ഹെവി പ്രസൻസ് നിന്നെ തൊടുന്നു. എപ്പോഴത്തെ ആരാധന പോലെ അല്ല ഈ ആരാധന. ഈ ആരാധനയ്ക്കകത്ത് നിന്റെ മേൽ ചിലത് വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. 120 ദിവസം ഒരുമിച്ച് കൂടിയിരിക്കുക. 50 ദിവസം അവരൊരുമിച്ച് കൂടി, 120 പേര് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിയുന്നു, കുറവുകൾ പരിഹരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കാറ്റിന്റെ ശബ്ദം അവർ കേൾക്കാൻ തുടങ്ങി. അഗ്നി നാവ് പോലെ അവരുടെ മേൽ പറന്നിറങ്ങുമ്പോൾ അവരറിഞ്ഞില്ല. ചിലരുടെ അകത്തേക്ക് വെളിപ്പെട്ട ദൈവശക്തി കാലഘട്ടങ്ങൾക്കകത്ത് മറച്ചു വെച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന്. എന്നോട് പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ഒരു തലമുറ കയറി വരുന്നു, ഒരു തലമുറ കയറി വരുന്നു, ഒരു തലമുറ കയറി വരുന്നു, ഒരു തലമുറ കയറി വരുന്നു. Come on, സ്വീകരിക്കാൻ തയ്യാറുള്ളവർ മനസ്സുകൊണ്ട് സ്വീകരിച്ചോണം. ഹല്ലേലൂയ. ഈ പകല് മടി കാണിക്കരുത്. നീ സ്വീകരിക്കുന്ന ഒരു വാക്ക് അതിൽ ചില ക്ഷാമങ്ങളെ ജയിക്കുന്ന, ഹല്ലേലൂയ, ചിലത് കയറി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീണ്ടു നിൽക്കുന്ന ക്ഷാമങ്ങളെ ജയിക്കുന്ന, ഹല്ലേലൂയ, ചിലത് കയറി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദാനിയേൽ കണ്ട സ്വപ്നം പോലെ, ഹല്ലേലൂയ, നീണ്ട വർഷങ്ങൾ, ഹല്ലേലൂയ, അവരെ അന്തരീക്ഷത്തെ കെടുത്തിക്കളഞ്ഞ, അവരുടെ സമ്പത്തിനെ കാർന്നു തിന്ന, ഹല്ലേലൂയ, അതിനെ അതിജീവിക്കുന്ന ഒരു വലിയ, ഹല്ലേലൂയ, ചിലത് കയറി വരുന്നത് പോലെ ദൈവം നിന്നെ ഒരു അഭിഷേകത്തിന്റെ തീനാളമാക്കി മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തിക്കായി ഇന്ന് ചിലത് നിന്റെ മേൽ പറന്നിറങ്ങുന്നു. ഇത് കൃപയാ ലഭിക്കുന്നത് കേട്ടോ, ഇത് കൃപയാ ലഭിക്കുന്നത്. ഇനി അഭിഷേകത്തിന്റെ മൂവിനകത്തേക്ക് മാറുകയാണ്. പ്രസംഗിക്കാൻ താല്പര്യമില്ല, പക്ഷെ ഞാൻ അഭിഷേകത്തിന്റെ മൂവിനകത്തേക്ക് തീരുകയാണ്. ഹലോ, ഇത് എപ്പോഴും വെളിപ്പെടുന്നതല്ല. ഇന്ന് വെളിപ്പെടുന്നതിൽ ഇട്ട് കളഞ്ഞിട്ട് പോകാൻ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ചിന്തിക്കാൻ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന്. ഹല്ലേലൂയ. കൂർത്ത് പൊങ്ങുന്ന ചുണ്ടുള്ള, ഹല്ലേലൂയ, ആ വലിയ കഴുകന്മാർ കാർന്ന് തിന്നാൻ ഒരുക്കത്തോടെ യോഹന്നാന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. ഇപ്പറ ഈജിയൻ കടലിടുക്കൽക്കകത്ത് ഉയർന്നു പൊക്കുന്ന തിരമാലകളകത്ത് കാണാൻ പറ്റും. ഹല്ലേലൂയ. എല്ലാം ഒരു മരണത്തിന്റെ ശബ്ദം മാത്രമാണ് പറയുന്നത്. പക്ഷേ വചനം എഴുതി വെച്ചിരിക്കുന്നു, കർത്തൃ ദിവസത്തിൽ അഭിഷിക്തൻ ആത്മവിവശനായി. ഹല്ലേലൂയ. പിന്നീട് തിരമാലകളെ അല്ല കാണുന്നത്, ചൂർത്ത കുണ്ടുകളുള്ള, ഹല്ലേലൂയ, കൊല്ലാൻ കടന്നു വരുന്ന കഴുകന്മാരെ അല്ല കാണുന്നത്. യേശു മഹത്വീകരിക്കപ്പെട്ടതുപോലെ താൻ സ്വർഗത്തിനകത്തേക്ക് എടുക്കപ്പെട്ട് താൻ കാണുകയാണ്. അതേ, ചിലരുടെ മേൽ ദർശനങ്ങൾ ഓണാകുന്നെന്ന് എന്നോട് പരിശുദ്ധാത്മ പറയുന്നു. നിന്റെ കണ്ണുകൾക്കകത്തേക്ക് ദൈവത്തിന്റെ ദർശനങ്ങൾ ഓണാകുകയാണ്. കൃത്യമായി ദർശിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ ആത്മീയ ജീവിതം പട്ടുപോയതുപോലെ കിടക്കുന്നെങ്കിൽ എങ്ങനെ എന്ന് പറഞ്ഞു തരുന്ന ദർശനങ്ങൾ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ധൈര്യപ്പെടുന്ന ആത്മാവ് ഇപ്പോൾ നിന്റെ മേലൊരു ആത്മീയ പ്രകാശനം നൽകുന്നു.
Lebrakata lebriandala brubishia langrihanda siaterimi amshiarka halkombo tolo boti ribiti lilianda അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷ കയറി വരാൻ പറ്റുമെങ്കിൽ എനിക്കറിയാം ഇന്ന് ചിലരുടെ മേലത് വെളിപ്പെട്ടിട്ടുണ്ട് പരിജ്ഞാനത്തിൻ്റെ വചനം, ജ്ഞാനത്തിൻ്റെ വചനം, ആത്മാക്കളുടെ വിവേചനം. എനിക്കറിയാം ഇത് ആത്മാവിൻ്റെ വിവേചനത്തെക്കുറിച്ച് ഇന്ന് സൂക്ഷിക്കണമെന്ന് ആഗ്രഹത്തോടെ വന്നത്. ഹല്ലേലൂയ. നിൻ്റെ അടുക്കൽ വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്വാളിറ്റിയിലേക്ക് നീ മാറും. നീ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവത്തിൽ നിനക്ക് വെളിപ്പെട്ടിരിക്കും. നിന്നെ ചതിക്കാൻ വരുന്നവനെ നീ തിരിച്ചറിയും, നിന്നെ മറിക്കാൻ വരുന്നവനെ നീ തിരിച്ചറിയും, നിന്നെ ഒടുക്കാൻ വരുന്നവനെ നീ തിരിച്ചറിയും, നിന്നെ നശിപ്പിക്കാൻ വരുന്നവനെ തിരിച്ചറിയും. യെസ്, നീ ഒരു ക്വാളിറ്റിക്കകത്തേക്ക് ഈ പകൽ കയറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങളുടെ മേൽ ഇപ്പൊ തുടങ്ങട്ടെ. ചതികളുടെ ഭാണ്ഡക്കെട്ടുകളെല്ലാം ഒഴുകിക്കളയുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ്സുകൾ, വെളിപ്പാടിൻ്റെ ഗിഫ്റ്റ്സുകൾ ഈ ജനത്തിന് മേൽ അങ്ങ് ഇട്ടതിനായി സ്തോത്രം. ഞാൻ 3 കാര്യത്തെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം, ഒന്നുകൂടെ പ്രസംഗിക്കുന്നില്ല. 3 കാര്യം ഇങ്ങനെ പറയുന്നത്. ഈ ഒരു പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു വെളിച്ചം വരുന്നത് പോലെ ജ്ഞാനം വെളിപ്പെട്ടിരിക്കും. തകർന്നു പോയ ഒത്തിരി അനുഭവങ്ങളുടെ നടുവിൽ ഇനി നീ തകരത്തില്ല. അത് ജ്ഞാനത്തിൻ്റെ വരവാണ്. ഹല്ലേലൂയ. പരിജ്ഞാനത്തിൻ്റെ വരാതല്ല. ഹല്ലേലൂയ. വന്നാൽ ഗ്രാജുവലായി പതിയെ ഹല്ലേലൂയ പഴയ നിയമത്തിലേക്കും പഴയ നിയമത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ഈ ഭൂമി ഉണ്ടായ കാലഘട്ടത്തിലേക്കും അതിനുശേഷം ഭൂമിക്ക് അടിസ്ഥാനപ്പെടുന്ന കാലഘട്ടത്തേക്കും നീ ആത്മാവായിരുന്ന ആ മുൻ അല്ലെങ്കിൽ നിത്യതയിൽ നീ ആരായിരുന്നെന്നും നിൻ്റെ ക്വാളിറ്റി എന്തായിരുന്നു, നിൻ്റെ അധികാരം എന്തായിരുന്നെന്നും നീ എങ്ങനെയാണെന്നും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ എന്ന തിരിച്ചറിവിൽ നിന്നെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. അതാണ് പൗലോസ് കൊലോസി ലേഖനത്തിലൂടെ തുറന്നുകൊണ്ട് വരുന്നത്. ഹല്ലേലൂയ. ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ ഹല്ലേലൂയ അവൻ വെച്ചിരുന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ വ്യവസ്ഥ ഈ കാലഘട്ടത്തിലെ വ്യവസ്ഥയുമായി ഒന്നിച്ചു ചേരുമ്പോൾ ഹല്ലേലൂയ അന്ന് 2 പക്ഷമായി പോയതിനെ ഇരുപക്ഷത്തെ അവൻ ഒന്നാക്കി തീർത്തു. ഏതൊക്കെയാ? നിങ്ങളുടെ ആത്മാവ്, മരിച്ചു കിടന്ന നിങ്ങളുടെ ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവും ഒന്നായി. ഹല്ലേലൂയ. ഒരു പൂ ഹല്ലേലൂയ വിരിഞ്ഞ് അസ്തമിക്കുന്നത് പോലെയാണ് മാനുഷിക ജീവിതം. നീ മനുഷ്യനല്ല എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു നീ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിപ്പിച്ചവനാണ്, പക്ഷേ നീ അതിനു മുമ്പ് ആത്മാവായിരുന്നു, ഒരാത്മജീവിയാണ്. ആ പഠനമാണ് സത്യത്തിൽ ആത്മാവിനെ വിവേചനത്തെക്കുറിച്ച് അറിയുന്നത്. സ്വർഗത്തിൽ ഒത്തിരി ദൂതന്മാരുണ്ട്, വീണുപോയ ദൂതന്മാർ താഴെയുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി ആത്മീയ ജീവികളുണ്ട്, സറാഫുകളുണ്ട്. ഹല്ലേലൂയ. പറക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഭൂമിയിലുള്ള മണ്ഡരികളെക്കാൾ, ഉയരത്തിലുള്ള ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ ദൈവത്തിന് സ്വർഗത്തിൽ ഒരുപാട് ആത്മീയ ജീവികളുണ്ട്. അവർക്കൊന്നും കൊടുക്കാത്ത ഒരു പ്രൗഢിയിലേക്കും പദവിയിലേക്കും ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തിരിച്ചറിവൊക്കെ നൽകുന്ന സാധനത്തിൻ്റെ പേരാണ് പരിജ്ഞാനത്തിൻ്റെ വചനം. ഹല്ലേലൂയ. എഫീസ്യ ലേഖനം തുറക്കുക. യു ഹാവ് ടു നോ ദ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്. നീ നിൻ്റെ അകത്ത് വന്ന ക്രിസ്തുവിൽ നീ ആരാണെന്ന് തിരിച്ചറിയണം. അത് പറയുകയാണ്, പിതാവിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിക്കേണ്ടതിന് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് നിനക്ക് വേണം. ഹല്ലേലൂയ. യഥാർത്ഥമായി ഭൂമിയിൽ ജനിച്ചൊരു പിതാവല്ല നിനക്കുള്ളതെന്നും ഉയരത്തിലൊരു പിതാവുണ്ട് എന്ന് നീ തിരിച്ചറിയണം. ക്രിസ്തുവുമായുള്ളൊരു ബന്ധത്തിനകത്ത് കയറി നിൽക്കുമ്പോൾ തിരിച്ചറിയുകയാണ്. നിന്റെ യഥാർത്ഥ പിതാവിനെ കുറിച്ച് തിരിച്ചറിയണം. അങ്ങനെ അറിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി തുറന്നു വരും. എന്താണ്? ഹൃദയത്തിൻ്റെ ദൃഷ്ടി തുറങ്ങും. ഹല്ലേലൂയ. ദൃഷ്ടി എന്നൊരു പദം ഹല്ലേലൂയ യഥാർത്ഥ ട്രൂ ലാംഗ്വേജിൽ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഹു ആർ യു, നീ ആരാണ് എന്നുള്ള യഥാർത്ഥ അണ്ടർസ്റ്റാൻഡിങ് അകത്ത് വരും. അപ്പോൾ മുതൽ നിൻ്റെ അവകാശം തുറന്നു വരും. അപ്പോൾ നിൻ്റെ അധികാരം തുറന്നു വരും. അപ്പോൾ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നീ അറിയും. ഹല്ലേലൂയ. ഈ ഭൂമിയെയും സ്വർഗ്ഗലോകത്തെയും ഒരുപോലെ കീഴടക്കിയ ക്രിസ്തുവിൻ്റെ അതോറിറ്റി നിന്റെ മേൽ വന്നു എന്ന് അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് അറിയാം? ഞാൻ നിർത്തുക. ദൃശ്യമായ ലോകമുണ്ട്, അദൃശ്യമായ ലോകമുണ്ട്. ദൃശ്യമായ ലോകത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ലോകം. നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യമായ സംഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതിനെക്കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. ഈ ഭൂമിയെ ഏകദേശം 90% നിയന്ത്രിക്കുന്നത് അദൃശ്യമണ്ഡലമാണ്.
ആമേൻ. സെയ്റ്റനിക് വേൾഡും ഉണ്ട് അതിനകത്ത്. സെയ്റ്റനിക് വേൾഡ് ഹല്ലേലൂയ മനുഷ്യരെ സ്വാധീനിച്ച് അവരുടെ മേൽ അവരെ നിയോഗിക്കുമ്പോൾ, അവരെ ഉപയോഗിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവവും ഹല്ലേലൂയ മനുഷ്യരുടെ അകത്തേക്ക് വന്നിട്ട് അവരാരാണെന്ന് യഥാർത്ഥമായി പറഞ്ഞു കൊടുത്ത് യഥാർത്ഥ സ്വാധീനത, അതാണ് ആത്മാവിൻ്റെ സ്വാധീനത. അത് വെളിപ്പെടുത്തിയിട്ട് പറയാണ്, നീ ഹല്ലേലൂയ സാധാരണക്കാരനല്ല, നീ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരാക്കി ദൈവം ഹല്ലേലൂയ സ്പിരിറ്റ് മണ്ഡലത്തിനകത്ത് ഉരുവാക്കിയ ഒരാളായിരുന്നു. ഭൂമിയിൽ ആദം എന്ന വ്യക്തിയെ ഒരു കുഴച്ചൊരു പ്രതിമ ഉണ്ടാക്കി അതിനകത്തിട്ടപ്പോൾ അവനകത്തൂടെ എല്ലാവരും വന്നെന്ന് മാത്രമേ ഉള്ളൂ, പാപികളായെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥ പദ്ധതി നീ തിരിച്ചറിയണം. നിൻ്റെ പ്രതലമൊന്നും ഇതല്ല, ഈ ഭൂമിയല്ല നിൻ്റെ പ്രതലം. ഭൂമി ഒരു കുമിള പോലെ വന്ന് പൊട്ടുന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് യുഗായുഗം നിത്യമായി നീ ഒരു ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് വേണം. അപ്പോഴാണ് ഈ പഠനത്തിൻ്റെ ആരംഭം ഉണ്ടാകുന്നത്. എല്ലാ മനുഷ്യരെയും ഒന്നെങ്കിൽ സാത്താൻ അല്ലെങ്കിൽ ദൈവം സ്വാധീനിക്കുന്നുണ്ട്. നിന്റെ അടുക്ക വരുമ്പോൾ ആരാ വന്നതിനെക്കുറിച്ച് ബോധം വേണം. അതിനാണ് ആത്മാവിൻ്റെ വിവേചനം എന്ന് പറയുന്നത്. ഒരാൾ അല്ലേ, പൗലോസ് പറയാണ്, ദീർഘദിവസങ്ങളിങ്ങനെ കൊരിന്ത്യൻ ഹല്ലേലൂയ ഈ യൂറോപ്യൻ പട്ടണത്തിനകത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ പുറകെ വന്നിട്ട് ചുമ്മാ പുകഴ്ത്തുകയാണ്. ഇവർ അത്യുന്നതിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം പ്രസംഗിക്കുന്നവരാണ്. ഹല്ലേലൂയ. ചിലർക്കൊക്കെ തോന്നി യേശു കർത്താവ് ശുശ്രൂഷിക്കാൻ വരുന്നതിന് മുമ്പ് വഴിയൊരുക്കുന്നവരായ യോഹന്നാൻ സ്നാപകൻ വന്നതുപോലെ പണ്ടേ അയക്കപ്പെട്ട ഒരു പ്രവാചകൻ ഞങ്ങളുടെ വീടിനകത്തുണ്ട്. അവർ കൃത്യമായി പ്രവചിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോസ്തലന്മാർ രക്ഷാമാർഗം പ്രസംഗിക്കുന്നവരുടെ ഐഡൻറ്റിറ്റി കൊടുത്തു. മിണ്ടാതിരിക്കുക. ഹല്ലേലൂയ. ഒരു ദിവസം തിരിഞ്ഞു നിന്ന് ഒറ്റ ശാസന, ഹല്ലേലൂയ, ഒറ്റ തിരിച്ചറിഞ്ഞു. ആരാ വന്നെന്ന് തിരിച്ചറിഞ്ഞു. ഇന്ന് പല ചർച്ചകൾക്കകത്ത് ആരാ പ്രവചിക്കുന്നത് ആർക്കും അറിയാൻ മേലാത്ത രീതിയിൽ പോകുമ്പോൾ തിരിച്ചറിയണം. നിൻ്റെ ചർച്ചിനകത്ത് ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ അവൻ ഏത് ആത്മാവിൽ എഴുന്നേറ്റ് നിൽക്കുന്ന അറിയണം. പല തകർച്ചകൾക്കും കാരണം ഇതാ, ഏതാത്മാവിലെ ചെയ്യുന്ന ക്രയവിക്രയങ്ങൾ, സാമ്പത്തിക കൈകാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് അല്ലെങ്കിൽ ഏത് ആത്മാവിലാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. കോച്ചിങ് ലഭിക്കണം ആ വിഷയത്തിനകത്ത്. ഹല്ലേലൂയ. എങ്ങനെ ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. ആമേൻ. നിന്റെ വീട്ടിൽ കയറി വന്ന് ഒരുവൻ ഇരിക്കുമ്പോൾ അവൻ വന്ന് ഇരുന്നോട്ടെ, കാപ്പി കൊടുത്ത് വിട്ടോ, പക്ഷെ അവൻ പറയുന്ന വീട്ടിനകത്ത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വിവേചിക്കണം. ആമേൻ. വചനം പറയുന്ന ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. ആരാണ് വന്നതെന്നും അവൻ എന്തിനാ പറയുന്നെന്നും, അല്ലേ, എന്തിനാ പറയുന്നെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ അകത്തുണ്ടാകണം. അതിന് നൽകുന്നതാണ് ഇവൻ ആരെയും. ചിലപ്പോൾ ആ പുള്ളിക്ക് പോലും അറിയത്തില്ല, ദുഷ്ടമേഖലകൾ അവനെ സ്വാധീനിച്ച് വിട്ടതാകാം. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞുമായിട്ട് സംസാരിക്കുമ്പം ആരാന്ന് പറയാൻ നിവൃത്തിയില്ല, അവളെ ഒത്തിരി പേര് ആത്മാവിൽ തള്ളിവിട്ടു. പക്ഷേ റിസൾട്ട് വട്ടപൂജ്യമാണ്. കാര്യം എന്നാ, തള്ളിവിട്ടവർ ആത്മീയരാണെന്ന് ചോദിച്ചാൽ 2% ഉള്ളൂ. ബാക്കി 98% അനാത്മീയരാണ്. താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിച്ച് അവർ ഭയങ്കര പ്രശ്നത്തിലായി. ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ യഥാർത്ഥ കൺഫർമേഷൻ കൊടുത്തില്ല. ക്രിസ്തുവിൽ അവരെ വളർത്തിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് വിശ്വാസത്തിൽ തളർച്ച സംഭവിക്കുകയാണ്. ഇപ്പം നമ്മൾ പാടുപെടുവാണ് വിഷയത്തിനകത്ത്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ തളരാൻ സമ്മതിക്കാത്ത രീതിയിൽ ഹല്ലേലൂയ ഒരു ക്രിസ്തു ഭക്തൻ്റെ അകത്ത്. ഇതുകൊണ്ടായി പറയുന്നത് ഈ 3 വരങ്ങൾ എല്ലാവരുടെ മേലും വേണം. നീ ക്രിസ്തുവിനാൽ പുറത്തു വന്നവനാണോ? വന്നതെങ്ങോട്ടാ? ഈ ഭൂമിക്കകത്തേക്കല്ല ജനിച്ചത്. വചനം പറയുന്നു, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കൊലോസി ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ആകയാൽ നിങ്ങൾ ഉയരത്തിലുള്ളത്. ബിക്കോസ് നിന്റെ ഭൂമിയിലെ സകല ബന്ധനം പൊട്ടി. ഭൂമിയിൽ നിന്നെ ആർക്കും ഇനി പിടിക്കാൻ പറ്റത്തില്ല. ഭൂമിയിലുള്ളവനല്ല എന്നുള്ള തിരിച്ചറിവ് നിനക്ക് ഇനി ഉണ്ടാകാൻ വേണ്ടി ഉയരത്തിലുള്ളത് തന്നെ കേട്ടോണ്ടിരിക്കുക. യേശു ഉത്തമ മാതൃകയാണ്. താൻ ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും നോക്കിയിട്ട് പ്രതികരിക്കത്തില്ല. ആദ്യം പിതാവിനോട് ഇഷ്ടം കൃത്യമായി അറിഞ്ഞിട്ട് അനുവദിക്കുന്നു. ആമേൻ. ഉയരത്തിലുള്ള ചിന്തകൾ. പൗലോസ് പറയുകയാണ്, ഞാൻ ഇപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നതോ ഒറ്റ കാര്യമുള്ളൂ, ക്രിസ്തുവിനെ റിവീൽ ചെയ്യാൻ. ആമേൻ. ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പൊക്കോ, ബട്ട് പോകുന്നിടത്തും ക്രിസ്തു റിവീലാകണം. ഇത് ചർച്ചിനകത്ത് പോലും റിവീലാകാൻ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽ പറയട്ടെ, നീ സ്ഥലത്ത് നിന്റെ ഈ ഭൂമിയിലെ ഉത്തരവാദിത്വം ഒന്നാണ്. എന്താണ്? ക്രൈസ്റ്റിനെ റിവീലാക്കുക. ആമേൻ. ഈ രഹസ്യങ്ങളുടെ കൂടെ പ്രസംഗിക്കാൻ നേരെയില്ല. പറയാം,
ഒന്നാമത് കാണുന്ന ഒരു രഹസ്യമാണ്. ആ രഹസ്യം തുറന്ന ക്രൈസ്റ്റിനെ കാണാൻ പറ്റും. ആമേൻ. എവിടെ ഇരിക്കും? നിങ്ങളുടെ അകത്താണ് ആ ക്രൈസ്റ്റ്. കർത്താവ് പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിരിക്കുന്നു. നിങ്ങൾ കർത്താവിനകത്തേക്ക് തന്നെ നോക്കുക. ഈ ചുമ്മാ നോക്കുന്ന കാര്യമല്ല, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് തേജസ് കാണാൻ പറ്റും. ഒന്നുകൂടി തേജസ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തേജസ്സിനകത്ത് നിങ്ങളിരിക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് പരിജ്ഞാനത്തിന് പകരം. ഇത് പറയുന്നത് പോലല്ല അനുഭവിക്കുന്നത്. നീ കയറുന്നതനുസരിച്ച് നിന്നെ ആൾ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ കൊരിന്ത്യ ലേഖന കർത്താവ്, ഞങ്ങളുടെ കണ്ണാടിയിൽ ഞങ്ങളുടെ മുഖം കാണുന്നത് പോലെ ഇപ്പോൾ ഞങ്ങൾ ഏതോ ഒരു രൂപത്തിലിരിക്കുക, ബട്ട് ഇൻ ക്രൈസ്റ്റിനകത്ത് വി ആർ ഇൻ, അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു ഗ്ലോറിക്കകത്തിരിക്കുകയാണ്. ആമേൻ. ഇപ്പോൾ ഗ്ലോറി എവിടെ ഇരിക്കുന്നത്? ഗ്ലോറി ക്രൈസ്റ്റിനകത്ത്. ആ ഗ്ലോറിക്കകത്തേക്ക് കയറിയാൽ, ആ തേജസ്സിനകത്തേക്ക് കയറി ആര് ചെല്ലും? നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ തപ്പുന്നതല്ല നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. നിങ്ങൾ തപ്പുന്നതല്ല നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. അടുത്ത പ്രസംഗിക്കാനുള്ളതാണ് ആത്മാവിൻ്റെ വിവേചനം. രണ്ടുപേരുടെ ഒന്നിച്ചങ്ങ് പ്രസംഗിക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് ഭാഗം കൂടെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് അകത്ത് പറഞ്ഞിട്ട്, ഞാനിത് ഇങ്ങനെ ശുശ്രൂഷിക്കാനല്ല ആഗ്രഹിച്ചത്. പറയാതെ പോകാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. വളരെ വേഗത്തിൽ ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് പോകും. യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് വന്നാട്ട്, 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായത്തിനകത്തേക്ക് വന്നാട്ട് അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമോ? 1 യോഹന്നാൻ 4:1 വരെ വായിച്ചു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ദൈവാത്മാവിനാൽ ഇതിനാൽ അറിയാം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ഒരുവൻ വന്നതെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റിയ ഈ അധ്യായത്തിനകത്ത് 1-2 കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വേഗത്തിൽ പ്രസംഗിക്കുന്നില്ല, കമ്പിവാചകം പോലെ പറഞ്ഞ് നമുക്ക് വിടാം. ഒന്ന് വായിച്ചു തുടങ്ങിക്കോ. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന 1-ാമത്തെ പോയിന്റ്, ഇതൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്ന ഭാഗമാണ്. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നത്. ആമേൻ. അപ്പൊ ആരായിരുന്നു അവൻ? യേശുക്രിസ്തു ആരായിരുന്നു? അവൻ സൺ ഓഫ് ഗോഡ് ആയിരുന്നു. ആ ദൈവപുത്രന്റെ ആത്മാവായിരുന്നു. ഇപ്പോൾ അവൻ ജഡത്തിൽ ഭൂമിയിലേക്ക് വന്നെന്ന് വിശ്വസിക്കണം. ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന വാക്കാണ്. ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന. ഇപ്പം ജഡത്തിൽ വന്നതാണ്, പക്ഷെ അവൻ റിയലായിട്ട് ആരാണ്? പുത്രനായ കർത്താവാണ്. ഈ പുത്രനായ കർത്താവ് ഇപ്പോൾ ജഡത്തിൽ വന്നു. അതിനകത്ത് എല്ലാ അർത്ഥങ്ങളുണ്ട്. നിന്റെ പാപത്തിന് പരിഹാരമായി, പകരക്കാരനായി വന്നു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്നുള്ള ആത്മാവുള്ളവനാണ്. വായിച്ചു. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശുക്രിസ്തുവിനെ അങ്ങനെ സ്വീകരിക്കാത്ത ആത്മാവ് ഒന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. വിവേകാനന്ദൻ ഉൾപ്പെടെ, ഗാന്ധിജി ഉൾപ്പെടെ യേശു കർത്താവ് ഒരു ചരിത്ര പുരുഷനാണെന്നും യേശു കർത്താവിൻ്റെ മലയിലുള്ള പ്രസംഗങ്ങളെ അതുപോലെ അനുസരിച്ച് സമരം മുഖങ്ങൾക്കകത്ത് വിജയം കൊണ്ടവരാണ് ഇവരെല്ലാം. പക്ഷേ ആ അറിവല്ല വേണ്ടത്, ജഡത്തിൽ വന്നവനെന്ന അറിവ്. ബിക്കോസ് ഹീ ഈസ് എ റിയൽ സൺ ഓഫ് ഗോഡ്. ഇൻ ദൈവത്തിൻ്റെ ആത്മാവെന്ന ദൈവപുത്രൻ്റെ ആത്മാവായി പിതാവിൻ്റെ അടുക്കൽ ആ മഹത്വത്തിലിരുന്നവൻ, അവൻ ദൈവത്തിൻ്റെ മനുഷ്യപുത്രനായി ഭൂമിയിൽ ജഡത്തിൽ വന്നു എന്ന് ഒരുവൻ വിശ്വസിക്കുമ്പോൾ, അവൻ ആരാണ് വിശ്വസിക്കുന്നത്? അവൻ ദൈവത്തിൻ്റെ ആത്മാവിനല്ല വിശ്വസിക്കുന്നത്. വായിച്ചു വിട്ടു. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ഓക്കെ, നിങ്ങൾ ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണെങ്കിൽ ഇത് ഭയങ്കര സീക്രട്ടായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ദൈവത്തിൽ നിന്നുള്ള ആത്മാവുള്ളവൻ ഉറപ്പായിട്ട് വചനം കേട്ടിരിക്കും. മനസ്സിലായില്ല? ദൈവാത്മാവുള്ളവൻ വചനം, വേഡ് വിത്ത് സ്പിരിറ്റ് ബിക്കേം. ഈ 2 സംഭവം കൂട്ടി ഉപയോഗിച്ച് ഭയങ്കര ജീവൻ ഒഴുകും. ആമേൻ. നിങ്ങളെല്ലാം പരിശോധിച്ചോണം ഏത് ആത്മാവിനകത്ത് ഇരിക്കുന്നത്. ഒന്ന് ആത്മാവ് പറയണം. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ദൈവവചനം കേൾക്കും. ഓക്കെ, 2 ഭാഗങ്ങളായിട്ട് പറയേണ്ട കാര്യമാണ്. ഒന്ന് വായിച്ചേ. ദൈവ വാക്ക് കേൾക്കും. വാക്ക് കേൾക്കും എന്ന വാക്കാണ്, ബട്ട് അവിടെ വചനം എന്ന വാക്കാണ്.
ലോഗോസ് എന്ന വാക്കാണ്, റീമയായി തീരുന്ന ലോഗോസ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ജീവൻ തുടിച്ചു പൊങ്ങാൻ കഴിയുന്ന ആളായിട്ട് ആത്മാവിൻ്റെ അന്തരീക്ഷത്തിനകത്ത് അവനായിത്തീരും. ഒരു സന്തോഷമേറിയ വാക്ക് അതിനകത്തുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ലോക മനുഷ്യരെ സ്വാധീനിച്ചു തുടങ്ങിയാൽ ഒരു സുവിശേഷ വേദിക്കകത്തേക്ക്, ഒരാളുടെ അകത്തേക്ക് പുതുജീവൻ ഉണ്ടാകുന്നതും അവൻ യേശുവിലേക്ക് തിരിയുന്നതും ഇങ്ങനെയാണ്. ദൈവാത്മാവ് അവനെ സ്വാധീനിക്കും. പിതാവിൻ്റെ ആകർഷണത്താൽ ദൈവത്തിൻ്റെ ആത്മാവ് സ്വാധീനിക്കുമ്പോൾ വചനം പറയുമ്പോൾ അവൻ യഥാർത്ഥമായ വചനം സ്വീകരിക്കും. ദൈവാത്മാവിലല്ലാത്തവൻ വചനത്തെ സ്വീകരിക്കുകയില്ല. ചിലരൊക്കെ കുത്തുകൊണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കലേക്കും യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ അകത്ത് ദൈവാത്മാവ് സ്വാധീനിച്ചെന്നുള്ളതാണ്, അല്ലേ? ഹല്ലേലൂയ. ഇനി പുറകോട്ട് നോക്കൂ. ഹല്ലേലൂയ. മറിയയുടെ അടുക്കൽ വന്നിട്ട് ദൂതൻ പറയാണ്, നിൻ്റെ അകത്തൊരു വിശുദ്ധ പ്രജ വരും. ആമേൻ. എങ്ങനെയാണ്? ആത്മാവ് നിഴലിടും. നിങ്ങൾ ഇനി മുതൽ പ്രാർത്ഥിക്കേണ്ടതാണ്. സുവിശേഷത്തിന് ഒത്തിരി വേദികളൊന്നും നമുക്ക് കിട്ടില്ല, പക്ഷെ ഒറ്റ വേദി കിട്ടിയാൽ 100 കുടുംബം പിടിക്കത്തക്ക രീതിയിൽ ആത്മാവിൻ്റെ സാഹചര്യം, ആത്മാവിൻ്റെ ഇടപെടൽ ആ അന്തരീക്ഷത്തിനകത്ത് വെളിപ്പെട്ടിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഈ പോളിയോഗിച്ചയുടെയൊക്കെ പ്രത്യേക പ്രാർത്ഥനയുടെ ഘട്ടം ഇവിടുന്ന് തുടങ്ങുന്നത്. ഒരു പട്ടണത്തിൽ അവരിറങ്ങിയാൽ അത് തൂത്തുവായിരുന്നതിൻ്റെ പേരിൽ കാര്യം, അവിടെ അവരെ സ്വാധീനിച്ചുകൊണ്ടിരുന്ന ലോകശക്തികളും അവരെ വിട്ടു മാറുന്ന രീതിയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, ഒരു ആരാധന അവർ ചെയ്യും. ആരാധനയ്ക്കപ്പുറം അത് മാറി നിൽക്കുമ്പോൾ ഇവരുടെ ശുശ്രൂഷ നടക്കുമ്പോൾ ആത്മാവ് അവരെ സ്വാധീനിക്കാൻ തുടങ്ങും. അപ്പേ നിങ്ങൾക്ക് അറിയാമെന്നറിയത്തില്ല, ചില ഫുട്ബോൾ കളിക്കാൻ വന്ന പിള്ളേർ വരെ ആത്മാവിലായ ചരിത്രം ഉണർവുകൾക്കിടയിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അവർ കളിക്കാൻ വന്നതാണ്, ഫുട്ബോൾ കളിക്കാൻ വന്നതാണ്. പക്ഷേ അവിടെ നടന്ന മീറ്റിങ്ങിനകത്ത് വ്യാപരിച്ച ആത്മാവ് അവിടെ സ്ഥലം കെട്ടി നിൽക്കുവാനിടയായിത്തീർന്നു. നിങ്ങൾ വിശ്വസിക്കണം. ഇനി കടക്കാൻ പോകുന്ന ഉണർവുകൾ ഒരു സുവിശേഷത്തിൻ്റെ ശബ്ദം കൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെടുന്ന രീതിയിലല്ല. ഹല്ലേലൂയ. ഒരു ട്രാക്റ്റ് കൊടുത്തോ നല്ലതാണ്, പക്ഷെ ട്രാക്റ്റ് കൊണ്ട് റിവീലാകുന്ന വ്യക്തികളിലേക്ക് ഓടുന്ന രീതിയിലല്ല, ഒരു പകർച്ച നിശ്ചയമായി സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അടുത്ത ഭാഗം വായിച്ചു കിട്ടും. ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്, ഞാൻ വിട്ടു പോകും. ദൈവത്തിൽ നിന്നില്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് എന്ന് ഇതിനാൽ അറിയാം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ലാസ്റ്റത്തെ പോയിന്റ് 8 പോയിന്റ് അവിടെ കിടപ്പുണ്ട്. 8 പോയിന്റ് നിങ്ങൾ വായിച്ചു, 2 ഞാൻ ഏറ്റെടുത്ത് പറഞ്ഞോളൂ. അവസാനം വരുവാണ്, സ്നേഹിക്കുന്നവൻ, യഥാർത്ഥമായി സ്നേഹം കാണിക്കുന്നവൻ ആത്മാവിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ ആത്മാവെന്നുള്ളവനാണ്. ഈ ലേഖനത്തിന് മുന്നോട്ടും താഴോട്ടും ശരിക്കും വായിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ ഇന്നലെ ഞാൻ കടന്നപ്പോൾ ഏകദേശം 2-2:30-3 മണിയോടെയായി. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഈ 3 ലേഖനം, യോഹന്നാൻ്റെ ലേഖനങ്ങളെല്ലാം ചെറിയ 2-3 അധ്യായങ്ങളേ ഉള്ളൂ, പക്ഷെ ഞാൻ 2 പ്രാവശ്യം വായിച്ച്, ഒരു പ്രാവശ്യം ഫോണിൽ കേട്ടിട്ടുമായി നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. സമയമില്ലെന്ന് പറഞ്ഞ് ആരും നിൽക്കരുത്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഹല്ലേലൂയ. ഇരുളിൽ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ വന്നവൻ ഇരുളിൽ തുടരാതിരിക്കേണ്ട ആവശ്യകതയെ പറയുന്നു. നിൻ്റെ വീട്ടിൽ ഡെയിലി അനുവദിക്കേണ്ട അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു. നിൻ്റെ ചെവിക്കകത്തൂടെ കേൾക്കുന്നതും ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങുന്നതും ബുദ്ധിക്കകത്ത് പ്രവർത്തിക്കുന്നതുമായ സകല കാര്യങ്ങളെ വിവേചിച്ചിറക്കണം. കേൾക്കുന്നത് വെറുതെ കയറ്റി വിടരുത്. ഇവിടെ കേട്ടിട്ട് തിരിച്ചങ്ങോട്ട് വിടേണ്ടതും കേട്ടിട്ട് അകത്തോട്ട് വിടേണ്ടതും ഉണ്ടെന്ന് വചനം പറയുന്നു. മനസ്സിലായോ? ഈ പുറത്തുനിന്ന് കേൾക്കുന്നത് മൊത്തം അകത്തോട്ട് ഇറക്കി വിടുന്നതുകൊണ്ട് ഇവിടെ വരുമ്പോൾ മൊത്തം അകത്തോട്ട് ഇറങ്ങാത്തത്, നീ റിജക്റ്റഡ് ആവും. ആമേൻ. ഇന്ന് പകല് തിരിച്ചറിയണം. ഞാൻ എൻ്റെ വാക്കിനെ നിർത്തുകയാണ്. ആത്മാവിനാൽ ഉള്ളവനെന്ന് ഇതിനാൽ അറിയാൻ പറ്റും. ദൈവാത്മാവിനുള്ളവനെന്ന് ഇതിനാൽ അറിയാൻ പറ്റും. അതേട്ട് കാര്യം നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. ആ കാര്യങ്ങളെ ഞാൻ എടുത്തു പറയുന്നില്ല. ഇപ്പം വിശ്വാസത്തോടെ തിരിച്ചറിയുക, ഒരു കാര്യം തിരിച്ചറിയുക, ആത്മാക്കളെ വിവേചിക്കാൻ ഒരു കൃപ നിങ്ങളുടെ മേലുണ്ട്. ഇത് കൃപയാ ലഭിക്കുന്നതാണ്. ഈ കൃപയാ ലഭിക്കുന്ന ഗിഫ്റ്റിനെ നിങ്ങൾ വേണ്ടെന്ന് വെക്കാൻ പാടില്ല, അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചോണം. ഇനി ഇതിനെയൊക്കെ ഒന്നുകൂടി എടുത്തുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ എടുത്തുകൊണ്ട് വരാം. ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് കണ്ണടച്ചാട്ടെ ദൈവസന്നതിൽ. എനിക്കറിയാം ഇന്ന് പ്രസംഗിച്ച പ്രസംഗം കൊണ്ടൊന്നുമല്ല, പക്ഷേ ഒരു വലിയ ദൈവപ്രവൃത്തിയായി നിങ്ങളുടെ മേലത് വെളിപ്പെടുന്നുണ്ട്. കർത്താവേ, എൻ്റെ മേൽ ഈ സ്പിരിച്വൽ റെവലേഷൻ ഗിഫ്റ്റ്സുകൾ തുറക്കണമെന്ന് ആഗ്രഹിക്കും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എനിക്ക് റെവലേഷൻ ഗിഫ്റ്റ്സുകൾ വേണം, ജ്ഞാനത്തിൻ്റെ വചനം വേണം, എനിക്ക് പരിജ്ഞാനത്തിൻ്റെ വചനം വേണം, ആത്മാക്കളുടെ വിവേചനം വേണം.
ഇതറിയാമോ? ആഗ്രഹിക്കുന്നവൻ്റെ ഉള്ളങ്ങളെ തൃപ്തീകരിക്കാൻ ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ഒരു പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ എന്നുള്ള കൃത്യം ശബ്ദങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കും. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ വലിയ വെളിപ്പെടുത്തൽ ഇവരുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവേ, അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവാത്മാവ് ഇവരെ ഏറ്റെടുത്ത് പുറത്തു കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൽ നിന്നല്ലാത്ത എല്ലാത്തിനെയും സ്വയമായും മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ദൈവം ഇവരെ പരിശീലിപ്പിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കുമാറാകണം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരുമിച്ച് നമുക്ക്